നമസ്കാരം. രാഷ്ട്രീയ കേരളത്തിന് ഇപ്പോൾ ഒട്ടും മുഖപുര ആവശ്യമില്ലാത്ത ഒരാളാണ് എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത്. ശ്രീ PV അൻവർ MLA നമ്മോടൊപ്പം ചേരുന്നു. സ്വാഗതം. ഞാൻ ആദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വളരെ നീണ്ട ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞു വന്ന് ഇരിക്കുകയാണല്ലോ. അതിനുശേഷം വന്ന ഒരു വാർത്തയിൽ നിന്ന് തുടങ്ങാം. അതായത് താങ്കൾക്കെതിരായ നടപടി തീരുമാനിക്കുന്നതിന് വേണ്ടി അടുത്ത മാസം, അതായത് ഒക്ടോബർ 3-ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും എന്നാണ് വിവരം. എന്താണ് താങ്കളുടെ പ്രതികരണം? അവരുടെ ഇഷ്ടമല്ലേ, അവർക്ക് 3-ാം തീയതിയോ 2-ാം തീയതിയോ 4-ാം തീയതിയോ ഒക്കെ ചേരാം. അത് ആ പാർട്ടിയുടെ ഇഷ്ടമാണ്, അത് അവർ തീരുമാനിക്കട്ടെ. പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നുന്നില്ല. ആ തീരുമാനത്തിൽ താങ്കൾക്ക് ആശങ്കയില്ല? ഇല്ല, എന്തിനാശങ്ക? എനിക്ക് ജീവിതത്തിൽ പൊതുവിൽ ആശങ്കയില്ലാത്ത ഒരാളാണ് ഞാൻ. പിന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഞാനൊരു സത്യത്തിൻ്റെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ആ പാർട്ടിയിലെ പാവപ്പെട്ട സഖാക്കളുമായി ബന്ധപ്പെട്ട് നേരിട്ടറിവുള്ള അനുഭവങ്ങളാണ് എന്നെ ഇങ്ങനെ എന്താ പറയുക ഈ ഒരു രീതിയിൽ റിബല്ലായിട്ട് ഞാൻ വരേണ്ടി വന്നത്. അത് ഈ പാർട്ടിയിലെ സഖാക്കൾക്ക് വേണ്ടിയിട്ടാണ്, പാവപ്പെട്ട എന്താ പറയുക ആ പാർട്ടിയെ ഒരു തണലിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. ഏറ്റവും ചുരുങ്ങിയതൊരു ഏരിയ സെക്രട്ടറി വരെയുള്ള ആളുകൾ അനുഭവിക്കുന്ന പോലീസിങ്ങിൻ്റെ അതുപോലെ തന്നെ മറ്റു സർക്കാർ ഓഫീസുകളുടെ പരിഗണനയില്ലായ്മ, ചിലതൊക്കെ അവരെ അപമാനപ്പെടുത്തുന്നത് നമ്മൾ കാണാം. ഒരു ഏരിയ സെക്രട്ടറിക്ക് പോലും ഒരു പാർട്ടി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഒരു എന്താ പറയുക കുറച്ച് കർശനമായിട്ട് ഈ കാര്യം ഈ വരുന്ന ആളുടെ കയ്യിൽ നീതിയുണ്ട്, അത് ചെയ്തു കൊടുക്കണമെന്ന് പറയാനുള്ള ശേഷി പോലും കഴിഞ്ഞ ഈ പറയുന്ന കുറച്ച് കാലം കൊണ്ട് ഇല്ലായ്മ ചെയ്തു എന്നതാണ്. അത് സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഒരിക്കലും ഭൂഷണമല്ല. ഞാൻ ആര് ഭരിച്ചാലും ജനപ്രതിനിധികൾക്കും പാർട്ടി പൊതുപ്രവർത്തകർക്കും സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ കഴിയണം. അവരാണതിൽ പറയേണ്ടത്, ഉദ്യോഗസ്ഥരല്ല. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥ മേധാവിത്വത്തിലേക്ക് സംസ്ഥാനത്തെ കഴിഞ്ഞൊരു 8 വർഷം കൊണ്ട് കൊണ്ടുപോകുന്നൊരു രീതി, യഥാർത്ഥത്തിൽ അത് ഈ 8 വർഷത്തെ CPM ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ വലിയൊരു ദുരന്ത സംഭാവനയായി കേരളത്തിൽ മാറാൻ പോവുകയാണ്. ഞാൻ പല ഘട്ടത്തിലും അതിനെ പ്രതിരോധിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ പൊതുവിൽ നിങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു ഗുണ്ട എന്നൊരു പേര് എനിക്കുള്ളത് കൊണ്ട് നമ്മൾ എന്ത് പ്രതികരിച്ചാലും ആ ഒരു ആംഗിളിലാണ് നിങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എന്നാലും ഞാൻ അത്യാവശ്യം പ്രതികരിക്കാറില്ല. അപ്പോൾ MLAക്ക് എതിരെ ഒരു നടപടി എടുക്കുന്നു, പാർട്ടി അംഗമല്ല, ആ നിലയ്ക്ക് അച്ചടക്ക നടപടിയിലേക്ക് പോകാൻ കഴിയില്ല. പക്ഷേ സെക്രട്ടേറിയറ്റ് എടുക്കാൻ പോകുന്ന തീരുമാനം എന്തായിരിക്കും എന്നുള്ളതിനകത്ത് എന്തെങ്കിലും ഒരു ഊഹമുണ്ട്? ഇപ്പോൾ പാർട്ടി ഒരു പാർലമെൻ്ററി പാർട്ടി അംഗമാണ്, അതിൽ പങ്കെടുക്കരുത്, അതിൽ നിന്ന് പുറത്താക്കുക, അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്കാണോ പോകുന്നത്? എനിക്കതിന് ഒരു ആശങ്ക അത്തരം കാര്യങ്ങളിലില്ല. ഞാൻ ഈ സാധാരണ മനുഷ്യർക്ക് സഖാക്കൾക്ക് വേണ്ടി സംസാരിച്ചാണ്. അവരുടെ മനസ്സിൽ എന്നെക്കുറിച്ച് എന്തും വല്ല മോശാഭിപ്രായം ഉണ്ടാകണമെങ്കിലാണ് ഞാൻ ആശങ്കപ്പെടേണ്ടത്. അല്ല, പാർട്ടി ലീഡർഷിപ്പ് എന്ത് തീരുമാനം എടുത്താലും എനിക്കത് വിഷയമല്ല. പക്ഷേ പാർട്ടി ലീഡർഷിപ്പ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അണികൾ അത് ആയിരിക്കും പിന്നീട് ഫോളോ ചെയ്യുക. അതാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ഞാൻ ഒരു പാർട്ടി അണികളുടെ ഒരു വിഭാഗം, അതോടൊപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും പൊതുപ്രവർത്തകർ അനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്ത്? പൊതുപ്രവർത്തകരെ അംഗീകരിക്കേണ്ട, ബഹുമാനിക്കേണ്ട എന്നുള്ള ഒരു വിഷയം. അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്ക് നീതി ചോദിച്ച് വാങ്ങിക്കൊടുക്കുക. എപ്പോഴും എല്ലാവർക്കും നീതി കിട്ടില്ലല്ലോ, നമുക്കറിയാലോ. നമ്മുടെ സംവിധാനത്തിൻ്റെ ഒരു 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 ചെറിയ തകരാറുകളുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ അനുഭവങ്ങളുള്ളവർ എൻ്റെ കൂടെ ഈ വിഷയത്തിൽ എൻ്റെ കൂടെ നിൽക്കും. രാഷ്ട്രീയത്തിലെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഉന്നതരായ നേതാക്കന്മാർ ഒന്നാണെന്ന് ഞാൻ പറഞ്ഞത്. അത് തമിഴ്നാട്ടിൽ അത് കാണാൻ കഴിയില്ല, കർണാടകയിൽ കാണാൻ കഴിയില്ല. അവിടെയൊക്കെ ഒറ്റപ്പെട്ട ആളുകളുണ്ടാവും. പക്ഷെ ഒരു എൻ്റയർ ടീമായിട്ട് കോൺഗ്രസും ലീഗും CPM ലീഡർഷിപ്പും BJPയും അതുപോലെയുള്ള എല്ലാവരും ഇവർ ഒന്നായി നിൽക്കുമ്പം അതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്താണ്? പൊതുസമൂഹത്തിന് വലിയ അപകടമാണ്. ആ പാർട്ടി എല്ലാ പാർട്ടിയിലെയും പ്രവർത്തകർക്ക് അത് അപകടമാണ്. കാരണം ഇവർ തമ്മിൽ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂവിൽ ഒരിക്കലും നീതി കിട്ടില്ല. അതിലേക്ക് വരാം. ഞാൻ ചോദിച്ചതിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പാർട്ടി തീരുമാനിക്കുന്നത് അണികൾക്ക് കൂടി ബാധകമാകുന്ന തീരുമാനങ്ങളാണ് പൊതുവെ എടുക്കാറുള്ളത്. അത് അവർ അനുസരിക്കുക. ഇപ്പം നമ്മൾ കേരളത്തിലെ പാർട്ടി പ്രവർത്തകരെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, പാർട്ടി വിട്ടു കഴിഞ്ഞാൽ പിന്നെ പൊതുവിൽ ആരും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കില്ല. NBRന്റെ കാര്യത്തിലാവട്ടെ, ഗൗരിയമ്മയുടെ കാര്യത്തിലാകട്ടെ, മറ്റു പലരുടെയും കാര്യത്തിലാകട്ടെ അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്കൾ ഈ വിഷയങ്ങളൊക്കെ ഉന്നയിക്കുന്നത് വരെ പാർട്ടി എന്ന് ഞാൻ പറയുന്നത് ഈ ഗ്രൂപ്പിനുള്ളിൽ നിന്ന് ഈ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് ഉന്നയിക്കുന്നത് വരെ താങ്കളുടെ കൂടെ അണികൾ ഒരുപക്ഷെ പലരും നിന്നെന്ന് വരും.
അത് കഴിഞ്ഞാൽ അതുപോലെ തുടരുമോ? എന്താണ് ഈ പാർട്ടി? വാട്ട് ഈസ് എ പാർട്ടി? ആ പാർട്ടി എന്ന് പറയുന്നത് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഖാക്കളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഇഷ്യൂസാണ് ഞാൻ ടേക്കപ്പ് ചെയ്തത്. നേതാക്കന്മാർ പറയുന്നത് അവരുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ പാർട്ടി എന്ന് പറയുന്ന ഒരു വര വരച്ചിട്ട് അവർക്കിഷ്ടം പോലെ പ്രവർത്തിക്കാം. നിങ്ങൾക്ക് നീതി കിട്ടിയാലും നിങ്ങളെ പരിഗണിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ പട്ടിണി കിടക്കേണ്ടി വന്നാലും നിങ്ങൾ സിന്ദാബാദ് വിളിക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കരുത്, ഞങ്ങൾ അങ്ങോട്ട് പറയും, അത് നിങ്ങൾ അനുസരിക്കണം. അതാണ് പാർട്ടി എന്നാണ് ഇപ്പോഴത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരിൽ ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാവില്ല. അത് കമ്മ്യൂണിസ്റ്റുകാർ ആവുന്നൊരു കാലമുണ്ടായിരുന്നു. അത് AKGയുടെയും EMSൻ്റെയും നായനാരുടെയൊക്കെ കാലത്തായിരുന്നു. ആ കാലം എന്ന് പറയുന്നത് ഈ പ്രവർത്തകൻ വന്ന് പറഞ്ഞാൽ അതും അവർക്ക് മനസ്സിലാകുമായിരുന്നു. ആ പ്രവർത്തകൻ്റെ വികാരത്തിനനുസരിച്ച് അവർ ഇടപെടുമായിരുന്നു. ഇന്ന് ആ പ്രവർത്തകൻ ഇവിടെ ഒരു സേ ഇല്ല. അവൻ്റെ വികാരം ഇവിടെ പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല. കണ്ണൂർ ജില്ലയിൽ തന്നെ എടുത്താൽ ഇപ്പോൾ ഒട്ടനവധി കേസുകൾ പാർട്ടി മെമ്പർമാർ പ്രതികളായിട്ടുള്ളവർ കേസ് നടത്താൻ പോലും ആരില്ല. പാർട്ടിക്ക് വേണ്ടി കൊല ചെയ്യപ്പെട്ടവർ ആ കേസ് നടത്താൻ ആളില്ല. ആ കുറ്റവാളികളെ ഫ്രീ ആയിട്ട് വിട്ടു പോകുന്നു. അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് പാർട്ടി ലീഡർഷിപ്പ് തമ്മിൽ നടക്കുന്നു. എന്നോട് കണ്ണൂരിലെ സഖാക്കൾ, ഇതിൽ പെട്ടിട്ടുള്ള സഖാക്കൾ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെയൊക്കെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ P. ശശിയുടെ കരാള ഹസ്തങ്ങളാണ്. ഈ പാർട്ടിക്കും ഈ ഗവൺമെൻറ്റിനും താങ്ങും തണലുമായി നിൽക്കേണ്ട ഈ പാർട്ടി സഖാക്കളെ, പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ ഒരു പൊസിഷനിൽ നിൽക്കുന്ന P. ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ പറയുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നത നേതൃത്വവുമായും അവരുടെ പ്രമാണിമാരുമായും ബന്ധം വെച്ചുകൊണ്ട് പാർട്ടി സഖാക്കളെ തൂക്കി വിൽക്കുന്നു എന്ന് പറയുന്നത് കണ്ണൂരിലെ പാവപ്പെട്ട സഖാക്കളാണ്. ശരിയാണ്, അത് താങ്കളോട് പറയുന്നു, താങ്കൾ അത് ഏറ്റെടുക്കുന്നു, ശരിയാണ്. പക്ഷേ അവരും പ്രതീക്ഷിക്കുന്നത് പാർട്ടിയെ അല്ലെങ്കിൽ ഇടതുമുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് താങ്കൾ അത് ചൂണ്ടിക്കാട്ടും, അത് ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളതാണ്. പക്ഷേ അത് വിട്ടുകഴിഞ്ഞാലുള്ള സ്ഥിതിയാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അവർക്ക് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. താങ്കൾക്ക് ഒരുപക്ഷെ ഇടതുമുന്നണിയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും, അവർക്ക് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല. അപ്പോൾ അവർ ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ താങ്കൾ പറഞ്ഞു പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ AKGയുടെയും EMSൻ്റെയും കാലത്തിലൊക്കെ അങ്ങനെയാണ് എന്ന്. പക്ഷേ ഇക്കാലം അങ്ങനെയല്ല എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അണികൾക്ക് നേതൃത്വത്തിനെതിരെ രംഗത്ത് വരാൻ അവർ തയ്യാറാകുമോ? താങ്കൾക്കൊപ്പം നിൽക്കാൻ അവർ തയ്യാറാകുമോ? കുറഞ്ഞപക്ഷം നിലമ്പൂരിലെ പാർട്ടിയെങ്കിലും തയ്യാറാകുമോ? അല്ല, എൻ്റെ കൂടെ നിൽക്കണ്ട. അവർ പാർട്ടിയുടെ അടിസ്ഥാനപരമായ ആശയങ്ങൾക്കൊപ്പം, ആ പൊതുപ്രവർത്തകരുടെ വികാരത്തിനൊപ്പം അവർ നിന്നാൽ മതി. ആ വികാരത്തിനൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. പാർട്ടി പ്രവർത്തകർ എൻ്റെ കൂടെ അല്ല നിൽക്കുന്നത്. ഞാൻ പാർട്ടി പ്രവർത്തകരുടെ ആ വികാരത്തിനൊപ്പം അപ്പുറത്തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അവരത് എവിടെ പ്രകടിപ്പിക്കും? എന്താ സംശയം? എവിടെ? അവരെല്ലായിടത്തും പ്രകടിപ്പിക്കും. അത്രമാത്രം പീഡനങ്ങൾ അനുഭവിച്ചിട്ട് അവർ നിൽക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അടിച്ചമർത്തലുകൾക്കും ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ അത് പൊട്ടും. ഏത് ബലൂണായാലും അതിൽ നിറക്കാവുന്ന കാറ്റിന് പരിധിയുണ്ട്, അല്ലേ? ആ പരിധിയും പരിമിതിയും കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇനി അതിൻ്റെ അകത്തേക്ക് കാറ്റടിച്ച് കയറ്റാൻ ഈ പാർട്ടി ലീഡർഷിപ്പിന് കഴിയില്ല. പിന്നെ അന്ധമായിട്ട് അറിയാത്ത കുറേ സാധുക്കളുണ്ടാവും. പക്ഷേ ഞാൻ ഇന്ന് ജനങ്ങളോട് പറഞ്ഞ, പാർട്ടിക്കാരോട് പറഞ്ഞ, പൊതുസമൂഹത്തോട് പറഞ്ഞ വിഷയങ്ങൾ അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. അപ്പം ആ ആശയത്തിലാണ് അവിടെ നിൽക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ചിത്രം വരച്ചുകൊണ്ട് അതിൻ്റെ പുറകിൽ ആ ചിത്രം മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് അതിൻ്റെ പിന്നിൽ നടക്കുന്നത് ഈ താഴേക്കിടയിലുള്ള കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ ആഗ്രഹത്തിനുള്ള പ്രവർത്തനമല്ല നടക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കോർപ്പറേറ്റ് ചങ്ങാത്തവും, ഞാൻ ഈ പറഞ്ഞ UDF ചങ്ങാത്തവും, ഞാൻ ഈ പറഞ്ഞ BJP ചങ്ങാത്തവും അതാണ് നടക്കുന്നത്. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ പാർട്ടി പ്രവർത്തകരിൽ എത്തുന്നത്. അപ്പം ഇനി ചിന്തിക്കേണ്ടത് അവരാണ്. എനിക്കിത് പറയാനേ പറ്റൂ. ഇതിനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ. ഓക്കെ, ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഇനി ഈ ശേഷിക്കുന്ന നിയമസഭാ കാലയളവിൽ താങ്കൾ MLA തന്നെ ആയിരിക്കും, യാതൊരു സംശയവുമില്ല എന്ന്. എന്താണ് അതിന് ഉറപ്പുള്ളത്? എന്താ ഉറപ്പുകേട്? താങ്കൾ രാജിവെക്കില്ല എന്നുള്ള ഒറ്റ ഉറപ്പ് മാത്രം. അതിന് ഉറപ്പുകേടില്ല. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അനുവദിക്കുന്ന 5 years പീരീഡ് അല്ലേ? അതെ. അപ്പോൾ അതിൽ ഉറപ്പുകേടൊന്നുമില്ലല്ലോ. അല്ല, പക്ഷെ അതേസമയം താങ്കൾ പറഞ്ഞു ഇനി ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ആയിരിക്കില്ല, നടുക്കിരിക്കുമെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്? അല്ല, ഇരിക്കാൻ സീറ്റ് എന്നില്ലെങ്കിൽ എനിക്ക് തറയിലും ഇരിക്കേണ്ടി വരില്ലേ? ഇനി നടുക്കും സ്പീക്കറാണല്ലോ സീറ്റ് അനുവദിക്കുന്നത്. അതെ. ഇനി ഇപ്പോഴത്തെ സ്പീക്കറെന്നും കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയം അങ്ങനെയൊക്കെയാണല്ലോ. ഇനി എനിക്ക് സീറ്റ് തരുന്നില്ലെങ്കിൽ ഞാൻ തറയിലിരിക്കും. അല്ല, താങ്കൾ സ്വയമേവ തനിക്ക് വേറൊരു സീറ്റ് വേണം, രണ്ടു പക്ഷത്തും അല്ലാത്തൊരു സീറ്റ് വേണം
എന്ന് സ്പീക്കർക്ക് എഴുതി കൊടുക്കും? ഇല്ല, ഞാനിപ്പോൾ എഴുതി കൊടുക്കില്ല. അത് സ്പീക്കറാണ് തീരുമാനിക്കുന്നത്. ഞാൻ ഇരുന്നോടത്ത് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ താങ്കൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. ഇടതുപക്ഷത്തോടൊപ്പം അല്ലെങ്കിൽ ഈ പാർലമെന്ററി പാർട്ടിയോടൊപ്പം താനില്ല എന്ന സൂചന താങ്കൾ നൽകിക്കഴിഞ്ഞു. അപ്പോൾ താങ്കൾക്ക് അവിടെ ഇരിക്കാൻ സാധിക്കില്ല. അപ്പോൾ മറ്റൊരു സീറ്റ് വേണം എന്നുള്ളത് നിർബന്ധമല്ലേ? എനിക്ക് നിർബന്ധമില്ല, അവിടെ തന്നെ ഇരിക്കും. ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കാനാണ് എനിക്കിഷ്ടം. അത് അവിടുന്ന് സ്പീക്കർ മാറ്റി അപ്പുറത്തേക്ക് ഇരിക്കുന്നവർ അവിടെ ഇരിക്കും. ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ താങ്കൾക്ക് നൽകപ്പെട്ടിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇരിക്കാൻ പോകുന്നത്. ഇരിക്കാൻ ഞാൻ അവിടെ തന്നെ ഇരിക്കാൻ പോകുന്നത്. സ്പീക്കർ മാറി ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കും. ഞാനായിട്ടൊന്നും എഴുതി കൊടുക്കാൻ പോകുന്നില്ല. ഇല്ല, എഴുതി കൊടുക്കും. എന്തായാലും കാര്യം. ഓക്കെ. അപ്പോൾ അതിൻ്റെ അർത്ഥം താങ്കൾ ഈ നടുക്കിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അല്ല, അത് അങ്ങനെ ചോദ്യങ്ങൾ വന്നപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റില്ല, ഇവിടെ ഇരിക്കാൻ പറ്റില്ല, അപ്പോൾ നടുക്കിരിക്കും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, തറയിലിരിക്കുന്നു. എവിടെയൊന്നും ഇരിക്കണ്ടേ? ഓക്കെ, തറയിലിരിക്കാൻ എന്തായാലും പിന്നെ സ്പീക്കർ സമ്മതിക്കും തോന്നുന്നു. അല്ല, തറ അത്ര മോശപ്പെട്ട സ്ഥലമാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. ഞാൻ ഈ തറയിൽ കിടന്നാൽ ഞാൻ ഉറങ്ങും. എനിക്കൊരു തോർത്തുമുണ്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിടന്നുറങ്ങും. ഞാൻ ആ തിണ്ടിൽ കിടന്നുറങ്ങലിൻ്റെയാണ്. ഈ കൊട്ടമ്പടിയിൽ ഇത് 100-150 വർഷം പഴക്കമുള്ള കട്ടിലാണ്. ഈ കട്ടിൽ കിടന്ന് ഞാൻ ഉറങ്ങലുണ്ട്. അതുകൊണ്ട് എനിക്ക് തറയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്കൊരു അംഗീകാരമായിട്ട് ഞാൻ കാണും. മനുഷ്യരിൽ മഹാഭൂരിപക്ഷം, ഇന്ത്യയിലെ ഈ പറയുന്ന 100 കോടി ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ഇപ്പോഴും തറയിലായിരിക്കുന്നത്. അവർക്കൊരു കട്ടിൽ പോലും ഈ രാജ്യത്തില്ല. പിന്നെ ഞാൻ ഈ തറയിൽ ഇരിക്കുന്നതിന് എന്തിനാ ഞാൻ ഭയപ്പെടേണ്ട കാര്യം, അല്ലെങ്കിൽ അതൊരു മോശമായി തോന്നേണ്ട കാര്യം? അതെ, പക്ഷേ താങ്കൾക്ക് LDF വിപ്പ് അനുസരിക്കേണ്ടി വരില്ലേ? വിപ്പ് അതിനനുസരിക്കും. അപ്പോൾ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് LDF-ൽ താങ്കൾ തുടരും. അല്ല, എന്ന് അവരെന്നെ പുറത്താക്കിയാൽ ഞാൻ പോകും. ഞാനിപ്പോഴും LDF തന്നെയല്ലേ. ഞാൻ LDF വിട്ടിട്ടില്ലല്ലോ. ഞാൻ LDF വിട്ടിട്ടില്ല. ഇപ്പോൾ അടുത്ത ദിവസം ഞായറാഴ്ച അല്ലേ ഇവിടെ ഒരു സമ്മേളനം നടത്തി സംസാരിക്കാൻ പോകും. അല്ല, അതൊരു രാഷ്ട്രീയ വിശദീകരണ യോഗം. ആ നിലമ്പൂരിലെ ജനതയാണല്ലോ എന്നെ കേരളത്തിലെ നിയമസഭയിൽ 2 പ്രാവശ്യം എത്തിച്ചിട്ടുള്ളത്. ഞാൻ പത്രക്കാരോട് മാത്രം സംസാരിച്ചപ്പോഴല്ലോ. അതിൻ്റെ ഒരു രീതിയല്ല. ഞാൻ എപ്പോഴും സാധാരണക്കാരായ മനുഷ്യരോട് ഈ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്ന് സംസാരിച്ച് പോകുന്ന ഒരു ജീവിത രീതിയാണ് എനിക്കുള്ളത്. അപ്പോൾ അവരോട് എനിക്ക് നേരിട്ട് സംസാരിക്കണ്ടേ, അതിനുള്ളൊരു വേദി. അപ്പോൾ LDF-ൽ തുടരുന്ന PV അൻവർ ഈ വരാൻ പോകുന്ന നടപടികളെ അനുസരിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഇതുവരെ താങ്കൾക്ക് നൽകിയ ഉറപ്പ് തെറ്റിച്ച മുഖ്യമന്ത്രി അല്ലേ, താങ്കൾ കൊടും വഞ്ചന എന്ന് പറഞ്ഞത് അതാണ്. താങ്കൾക്ക് നൽകിയ ഉറപ്പ് തെറ്റിച്ചു, പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് പ്രതീക്ഷിച്ചു, പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിച്ചു, അതെല്ലാം ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് അവിടെ താങ്കൾക്ക് ഇങ്ങോട്ട് വരുന്ന നടപടികളെ നോക്കാം എന്നുള്ള ഉറച്ച ഒരു ബോധ്യത്തിലാണ് താങ്കൾ ഇപ്പോൾ ഉള്ളത്. അല്ലാതെ അങ്ങോട്ടായി ഇനിയൊന്നും തന്നെ താങ്കൾ പാർട്ടിയുടെ കാര്യത്തിൽ ഇടപെടില്ല? ഇല്ല, ഞാനൊന്നും ഇടപെടില്ല. ഞാൻ ഇടപെട്ടതിൻ്റെ അവസാനത്തത് കിട്ടിയല്ലോ. ഞാൻ ഈ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളിൽ മുഴുവൻ ഇടപെട്ടത്. അവസാനം ഞാനൊരു കത്ത് കൊടുത്തു. 8-10 മാറ്റേഴ്സ് ഉണ്ട് അതിൽ. ഇന്നലെ ഞാൻ ഇദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കോലത്തിൽ തന്നെ വഷളാക്കി, കള്ളനാക്കി, കള്ളക്കടത്തുകാരുടെ ഏജൻ്റാക്കി, ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ സഹിച്ചത് എന്താ? ഗോവിന്ദ മാഷ് വരട്ടെ, പാർട്ടിക്ക് ഇതിലൊരു തീരുമാനം ഉണ്ടാവുമല്ലോ. അതിനായി കത്ത് കൊടുത്തിട്ട് ദിവസങ്ങളായി. പാർട്ടി സെക്രട്ടറി മെമ്പർമാരൊക്കെ തന്നോ പരിശോധിച്ചാൽ അദ്ദേഹം വന്നിട്ട് വേണം ഈ കാര്യത്തിന് തീരുമാനം എടുക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം എന്താ പറഞ്ഞത്? അത് നിങ്ങളാണല്ലോ ചോദിച്ചത്, പത്രക്കാരാണല്ലോ ചോദിച്ചത്. അദ്ദേഹം തന്ന പരാതിയിൽ ഒരു കഴമ്പുമില്ല. പ്രഥമ ദൃഷ്ടിയാൽ കഴമ്പുണ്ടെങ്കിലല്ലേ അന്വേഷണം ഉണ്ടാവുള്ളൂ. പ്രഥമ ദൃഷ്ടിയാൽ പോലും കഴമ്പില്ലാത്ത ഒരു പരാതി എങ്ങോട്ടാ പോവുക? അത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്കല്ലേ. അതല്ല എൻ്റെ ബാക്കി. പിന്നെ ഞാൻ എന്ത് പ്രതീക്ഷിക്കാനാണ് ഈ പാർട്ടിയിൽ നിന്ന്? അപ്പം ഞാൻ ആ കത്ത് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്ത കത്ത് സ്വകാര്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ അന്ന് പേഴ്സണലായിട്ട് കൊടുത്തിരുന്നത്. പക്ഷേ അതിൽ പാർട്ടി സെക്രട്ടറിയെ കുറിച്ചൊന്നും ആ പാർട്ടി പൊളിറ്റിക്കൽ സെക്രട്ടറി ചെയ്യാനൊന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷേ അന്നത് ചർച്ചയായി. പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ് അങ്ങനെ പറഞ്ഞു. പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് അതിൽ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി കളവ് പറയുന്നോ എന്ന സൂചനയിൽ വാർത്ത വന്നു. അപ്പോഴാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത ആ കോപ്പി പത്രക്കാർക്ക് കൊടുത്തത്. കാരണം അതിൽ പാർട്ടി പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് പറയേണ്ടത് പൊളിറ്റിക്കൽ സെക്രട്ടറിയോടാണ്. ആ പരാതിയാണ് ഞാൻ കൊടുത്തത് പാർട്ടിയോട്. അതിലാണ് ഒരു കഴമ്പില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ട പാർട്ടി എന്തായാലും പരിശോധിക്കുന്നില്ല. ഇനി PV അൻവർ പറഞ്ഞതിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ആരാ? ഈ പാവപ്പെട്ട സഖാക്കളാണ്. അപ്പോൾ ഞാൻ ആ കൊടുത്ത പരാതി ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പാവപ്പെട്ട സഖാക്കൾ വായിക്കട്ടെ. താഴേക്കടയിലുള്ള ഈ ചങ്ങാതി പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടോ നോക്കട്ടെ. ഒരു സാധാരണ കോമൺ സെൻസ് ഉള്ളവന് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പാർട്ടി സെക്രട്ടറി പറഞ്ഞതാണോ ശരി, ഞാൻ പറഞ്ഞതാണോ ശരി എന്ന് ഈ പാർട്ടി സഖാക്കൾ തീരുമാനിക്കട്ടെ. അവരെ കോടതിയിലേക്ക് ഞാൻ വിട്ടുകൊടുക്കും. ഓക്കെ. ഇപ്പോൾ ഗോവിന്ദ മാഷിൻ്റെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞു, ഗോവിന്ദ മാഷ് ഉൾപ്പെടെ നിവൃത്തികേട്
നിവൃത്തികേടിലാണ് എന്ന് താങ്കൾ പറഞ്ഞു. അദ്ദേഹത്തിന് പോലും നിവൃത്തികേടാണെന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ കാര്യം? അതാ അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ചാണ് അത് പറഞ്ഞതെന്നുള്ളത് കേരളത്തിലെ ഒരു മനുഷ്യനും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അത് മറ്റുള്ളവർ വിശ്വസിക്കുകയില്ലയോ എന്നുള്ളത് താങ്കൾ വിശ്വസിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനം? ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് എനിക്ക് ഗോവിന്ദമാഷ് അറിയാം. ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം വേണ്ട, കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ളവനാണ് ആ പരാതി കിട്ടുന്നതെങ്കിൽ അത് പരിശോധിക്കും. അത് പരിശോധിക്കാൻ വിടാൻ കഴിയില്ല. അപ്പോൾ അതുപോലും ഞങ്ങൾക്ക് പരിശോധിക്കാൻ കഴിവില്ല എന്ന് പറയണമെങ്കിൽ അത് ഗോവിന്ദമാഷ് അല്ല പറയുന്നത്. അദ്ദേഹം നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ. നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരന് കൂടിയായ ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിട്ടുള്ള ഒരു മനുഷ്യൻ ആ പരാതി വായിച്ചാൽ അതിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെടും. അങ്ങനെ ഒരു സാധാരണ അനുഭാവിക്ക് പോലും ബോധ്യപ്പെടുന്ന ഒരു സംഗതി ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരു സെക്രട്ടറി, അത് നല്ല കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു സെക്രട്ടറി, അത് വായിച്ചിട്ട് കഴമ്പില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഗതികേടാണ്, നിസ്സഹായതയാണ്. ആ കഴമ്പില്ല എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ തീർച്ചയായിട്ടും അല്ലെ? മുഖ്യമന്ത്രിയാണ് അത്. മുഖ്യമന്ത്രിക്ക് മേലെ പരുന്തും പറക്കൂല, പാർട്ടിയും പറക്കൂല. മനസ്സിലായില്ലേ? ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ MV ഗോവിന്ദൻ മാഷ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു, അത് പാർട്ടി പറയുന്ന അനുസരിക്കേണ്ടി വരുന്നു, അദ്ദേഹത്തിന് നിവൃത്തികേടാണെന്ന് പറയും. ഇത് വ്യക്തമാക്കുന്നത് ഇപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാളെ ഗോവിന്ദ മാഷോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗോവിന്ദ മാഷ് എന്താ പറയാൻ നമുക്കറിയാം. അതുകൊണ്ട് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനുണ്ട്. PV അൻവർ എന്തുകൊണ്ട് ഇത് പറഞ്ഞു? അദ്ദേഹത്തിന് നിവൃത്തികേടാണ് എന്ന് പറയണമെങ്കിൽ അദ്ദേഹം ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് മറുപടി തന്നെ. അതാ പറയുന്നത്, ആ മറുപടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ നിവൃത്തികേട് കാണാം. അതാണ് ഞാൻ പറയുന്നത്. ഒരു സാധാരണ പാർട്ടിയുടെ അനുഭാവിയാണെങ്കിൽ പോലും ആ പരാതി വായിച്ചാൽ അതിൽ കഴമ്പുണ്ട് എന്നേ പറയാൻ കഴിയൂ. താങ്കൾക്കും തരും ഞാൻ ഈ പരാതി. എന്നാൽ താങ്കൾ നാളെ എനിക്ക് അഭിപ്രായം പറഞ്ഞു തരണം, കഴമ്പുണ്ടോ ഇല്ലേന്ന്. തെളിവുകളുണ്ടോ അതിനകത്ത്? അല്ല, തെളിവുകൾ അന്വേഷിച്ചാൽ കിട്ടുന്ന തെളിവിന്റെ സൂചനകൾ അതുണ്ട്. ബാക്കി തെളിവുകൾ ഞാൻ കൊടുക്കും, അതും ഞാനിൽ എഴുതിയിട്ടുണ്ട്. ഇതിനാവശ്യമായ മറ്റു തെളിവുകൾ പാർട്ടി ആവശ്യപ്പെട്ടാൽ അതിൻ്റെ ആളുകളെ എത്തിച്ചേരാൻ തയ്യാറെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം അത്രയും ക്ലിയർ കട്ടായ ഒരു സംഗതിയിൽ കഴമ്പില്ല എന്ന് ഇത്രയും വലിയ ഒരു പാർട്ടിയുടെ സെക്രട്ടറി കൂടിയായ പ്രിയപ്പെട്ട ഗോവിന്ദ മാഷ് അത് പറയണമെങ്കിൽ നിവൃത്തികേടല്ലാതെ എന്താ? അത് മറ്റൊരാൾ നിർബന്ധിച്ച് പറയുകയാണ്. അല്ല, അത് സി എം തന്നെയാണ് ഗവൺമെൻറ്റും പാർട്ടിയും. ഈസ് എ ഡിക്റ്റേറ്റർ നൗ. ഒരാൾക്കും വായുറക്കാൻ പറ്റില്ല, ഒരാൾക്കും സംസാരിക്കാൻ കഴിയില്ല. അദ്ദേഹം വളരെ ചെറിയ ഒരു എന്താ പറയുക, ഈ ADGP അജിത് കുമാർ, ഈ പറയുന്ന P ശശി, പിന്നെ റിയാസ്, അദ്ദേഹത്തിൻ്റെ മകള്, പിന്നെ 1-2 ആളുകളുണ്ട്, ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ശരിയല്ല. അവരുടെ മാത്രം ഒരു സർക്കിളിൻ്റെ ഉള്ളിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. ആ പറയുന്ന ഒരു ഭാഗത്ത് P ശശിയും മറുഭാഗത്ത് ADGPയും പറയുന്ന രാഷ്ട്രീയവും ഈ നാട്ടിലെ സംഭവവികാസങ്ങളും മാത്രമേ അദ്ദേഹത്തിന് അറിയുള്ളൂ. അതിനപ്പുറമുള്ള അദ്ദേഹത്തിന് അറിവില്ല. അത് അദ്ദേഹം അന്വേഷിക്കുന്നില്ല. പറയാൻ താല്പര്യമുള്ള ചെല്ലുമ്പോൾ അതിന് അദ്ദേഹം ചെവി കൊടുക്കുന്നില്ല. അങ്ങനെ മടുത്ത് ആളുകൾ മടങ്ങിയിരിക്കുകയാണ്. ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഈ വിഷയത്തിൽ എന്നോട് സംസാരിച്ച പാർട്ടിയുടെ മൂപ്പരുടെ വ്യക്തിപരമായ അദ്ദേഹത്തിന് അടുപ്പല്ല, പാർട്ടിയിലെ ഒരു വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന 1-2 ആളുകൾ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതല്ലേ ഒന്ന് പറഞ്ഞൂടെ നിങ്ങൾക്ക്? അപ്പം എന്താ പറഞ്ഞത്? ഞങ്ങളൊന്നും ഇപ്പോൾ ഒന്നും പറയാറില്ല. ഞങ്ങൾ വളരെ സ്റ്റേറ്റ് ലെവലിലോ അതിൻ്റെ കുറച്ചും കൂടി അപ്പർ ലെവലിലോ ഉള്ള ആളുകൾ അതങ്ങനെ ചോദിക്കണ്ട. സ്റ്റേറ്റ് അബവ് ദ സ്റ്റേറ്റ് ഞങ്ങളോട് സംസാരിക്കാറില്ല. ഞങ്ങൾ എന്തെങ്കിലും അത്യാവശ്യം പോയി പറയും, ഞങ്ങൾ പോരും. പക്ഷേ ആ നേതാക്കൾ പോലും താങ്കളെ തള്ളി പറയുന്നല്ലേ? അല്ല, ഉറപ്പല്ലേ തള്ളി പറ, അല്ലാതെ ആ പാർട്ടിയിൽ അവർക്ക് നിൽക്കാൻ പറ്റുമോ? ആ ലീഡർഷിപ്പിൽ നിൽക്കാൻ പറ്റുമോ? അത് എന്നോടുള്ള വെറുപ്പ് കൊണ്ടല്ലല്ലോ. ആ പാർട്ടിയുടെ ഒരു സെറ്റപ്പ് തന്നെ നിൽക്കണ്ടേ? അതിപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റുമോ? മുഖ്യമന്ത്രി ഒരു ഡിറ്റക്ടറാണെന്ന് താങ്കൾ പറഞ്ഞു. താങ്കൾക്ക് അറിവുള്ളിടത്തോളം ഒരു വിഭാഗം ആളുകളുടെ ഇതായിരുന്നു പിണറായി വിജയൻ. ഇപ്പോൾ താങ്കൾക്ക് ആ ഒരു സൂര്യനെ പോലെ ജ്വലിച്ചുയർന്ന ആൾ ഇപ്പോൾ കെട്ടുപോയിരിക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞു. അത് അതിലേക്ക് നയിച്ച കാരണങ്ങൾ പറഞ്ഞാണിത്. അതെ, അദ്ദേഹത്തോട് തന്നെ പറഞ്ഞ പത്രവാർത്തയിൽ പറഞ്ഞല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് കണ്ടെന്ന് പറഞ്ഞത് ഞാൻ. ഇതാണ് ഇതിന്റെ സ്ഥിതി CM എന്ന്. ഇതിലേക്ക് എത്തിച്ചത് എന്താണ്? ഇപ്പോൾ പിണറായി വിജയൻ ഒരു ജ്വലിക്കുന്ന സൂര്യനായിരുന്നു താങ്കൾക്കും, അല്ലേ? താങ്കൾക്ക് വലിയ പ്രതീക്ഷ നൽകിയ ഒരു സത്യത്തിൽ മറിയിട്ടത് റിയാസിന്റെ വരവാണ്. റിയാസ് ആ പ്രകാശം വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രവൃത്തിയിലേക്കല്ല പോയത്. ഞാൻ പേഴ്സണലായിട്ട് തന്നെ ഇപ്പോൾ ഒരാഴ്ച മുമ്പ് കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ സൂചിപ്പിച്ചത് റിയാസാണ് സത്യത്തിൽ ആ സൂര്യന്റെ വെളിച്ചം കെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക്. അതുപോലെ തന്നെയാണ്. എന്താണ് ആ പങ്ക്? അല്ല, ആ പങ്ക് ഞാൻ വിശദീകരിച്ചല്ലോ. ആ പങ്കൊക്കെ നിങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കും. നിങ്ങൾക്ക് എല്ലാ ജോലിയും ഇന്ന് രണ്ട് മൂന്ന് ഘട്ടത്തിൽ
അത് പത്രക്കാർക്ക് വിടുകയാണ് എന്ന രീതിയിൽ പറഞ്ഞു. അതിലൊന്ന് റിയാസിന്, ഇപ്പോൾ റിയാസിന് വേണ്ടിയാണ് ADGP പ്രവർത്തിച്ചത് എന്നൊരു ഘട്ടത്തിൽ പറഞ്ഞു. റിയാസാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഈ നിലയിലാക്കിയത്. CM-നെ ഈ നിലയിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ മുഖ്യ പങ്ക് അതിൽ വീണക്കും പങ്കുണ്ടാവും. റിയാസിന് ഒറ്റയ്ക്ക് പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. മറ്റാർക്കാണ്? മകള് വീണക്കും പങ്കുണ്ടാവും. അവർ രണ്ടുപേരും കൂടെ അതെനിക്കറിയില്ല. ഞാൻ കണ്ണിൽ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഡോക്യുമെന്റ് കണ്ടിട്ടില്ല. ബട്ട് സംടൈംസ് യു വിൽ ഇവാലുവേറ്റ് സംതിങ് സംവെയർ ഈസ് റോങ്. അത് നമ്മുടെ കോമൺ സെൻസ് വർക്ക് ചെയ്യുന്നതല്ലേ. എന്താണ് പിണറായി വിജയനെ ഇപ്പോൾ ബാധിക്കുന്ന വിഷയം? ഇപ്പോൾ താങ്കൾ പറഞ്ഞു നേതാക്കൾക്കൊക്കെ ഇടയിൽ പരസ്പരം കൂട്ടുകെട്ടുണ്ട്, രാത്രിയിൽ അല്ലെങ്കിൽ ഇതിന് പുറത്ത് അവർ തമ്മിൽ ഭയങ്കര ബന്ധമാണ്. അതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി എന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ എൻ്റെ കയ്യിൽ തെളിവുകളില്ല. അല്ല, ഓക്കെ, തെളിവുകൾ നമുക്ക് എല്ലാവരും എഴുതി തന്നിട്ട് ഒരു കുറ്റം ചെയ്യുമ്പോൾ ആരും തെളിവുണ്ടാക്കില്ലല്ലോ. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യല്ലോ. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിനേക്കാളും ഈ സംസ്ഥാന ലീഡർഷിപ്പ് തമ്മിൽ ഒരു നെക്സസ് ഉണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ആത്മാർത്ഥമായി പറയണം. അല്ല, അത് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞാൻ പറഞ്ഞല്ലോ, തെളിവുകളില്ലാതെ വലിയ പ്രയാസമാണ്. നിങ്ങൾ സംശയത്തിന്റെ നിർത്തിക്കോളൂ. എത്ര ശതമാനം സാധ്യതയുണ്ടോ? 100% പറയണ്ട. അങ്ങനെയുള്ള സാഹചര്യം എത്ര ശതമാനം വരെ താങ്കൾ ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടല്ലോ? നല്ലൊരു ശതമാനം വരെ വരാനുള്ള 50-ന് പുറത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല? ഉറപ്പായിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് അതിനകത്ത് ഇപ്പോൾ നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പ്രവർത്തനം ഈ നിലയിലായി പോകുന്നതിന് അതൊരു കാരണമായിട്ടുണ്ട്. ഈ നെക്സസ് എന്ന് പറയുന്നത് ഒരു കാരണമായിട്ടുണ്ട്. അതൊരു കാരണമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രായം ഒരു കാരണമാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു കാരണമാണ്. ഇതെല്ലാം ബാധിക്കുന്ന അദ്ദേഹത്തിന് ആരുമായിട്ടുള്ള നെക്സസ് ആണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ഈ നിലയിലാക്കി മാറ്റിയത്? You don't have any public contact, no public relation. അവിടെ വരുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി എന്താ ചെയ്യേണ്ടത്? വൈ ഈസ് സിറ്റിംഗ് ദർ? ഇപ്പോൾ 99 MLA-മാരുണ്ട്. ഞാൻ പോയി കാണാറുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ വാങ്ങിയിട്ടല്ല ഞാൻ പോവാറ്. ഞാൻ നേർക്കുനേരെ പോയിട്ട് അദ്ദേഹത്തിന് ഒഴിവുണ്ടെങ്കിൽ ആദ്യം വിളിച്ച് അന്വേഷിച്ചിട്ട് ഞാൻ പോകാറുണ്ട്. ഈ 90-80 MLA-മാരിൽ 10-20 ആൾ മന്ത്രിമാരാന്ന് വിചാരിക്കുക, 23 ആളുകൾ. എന്നാലും 10-70 ആൾ 65 ആളുണ്ടല്ലോ. ഈ 65 MLA-മാരിൽ ഈ 3 വർഷക്കാലത്തിനിടയ്ക്ക് 3 വർഷം 5 പോട്ടെ, ഈ 3 വർഷക്കാലത്തിനിടയ്ക്ക് ഇവർ ഒരു പ്രാവശ്യമെങ്കിലും മുഖ്യമന്ത്രിയെ നേരിട്ട് അവിടെ പോയി കണ്ട് സംസാരിച്ചവർ എത്ര പേരുണ്ടാവും? 10% ഉണ്ടാവില്ല. കാരണം അതാ ഞാൻ പറയുന്നത്, അവിടെ ഒരു ബാരിക്കേഡാണ്. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് അവിടെ എത്തിയാൽ അവിടെ ഇരിക്കുക. എന്താണ് MLA? CM തിരക്കിലാണ്, ഞാൻ പറഞ്ഞോളാം. ആദ്യത്തെ 5 വർഷം ഒരു കുഴപ്പമുണ്ടായില്ല. അല്ല, ആദ്യത്തെ 5 വർഷം ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ല. അതുകൊണ്ടല്ലേ ഈ ഗവൺമെന്റ് തിരിച്ചു വന്നത്. ഈ ഹാവ് ദ പബ്ലിക് കോണ്ടാക്ട് ദാറ്റ് ടൈം. അതെ. അപ്പൊ രണ്ടാമത്തെ ലോട്ട് ഓഫ് പബ്ലിക് ഒരുപാട് പബ്ലിക് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. അതെ, ശരിയാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ആ നെക്സസിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ആ നെക്സസ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് ആരുമായുള്ള നെക്സസ് ആണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന് ആകെ നെക്സസ് എന്ന് പറഞ്ഞാൽ ഈ അജിത് കുമാറും ശശി മാത്രമേ ഉള്ളൂ. MLA-മാരെ കാര്യം പറഞ്ഞു. ഒരു MLA ചെന്നാലാണ് നാട്ടിൽ വിവരം അറിയാം. പിന്നെ പാർട്ടി സെക്രട്ടറിമാർ പോകും. അതിന് എത്ര സെക്രട്ടറിമാർ, ജില്ലാ സെക്രട്ടറിമാർ നേരിട്ട് പോകണമെന്ന് എനിക്കറിയില്ല. ചിലരൊക്കെ പോകുന്നുണ്ടാകുമെന്ന് ഞാൻ കണക്കൂട്ടുന്നു. പക്ഷെ അതിന് താഴല്ലേ ഒരു കോർപ്പറേഷൻ മേയർക്ക് പോയി മുഖ്യമന്ത്രി കാണാൻ കഴിയില്ല, ഒരു മുനിസിപ്പൽ ചെയർമാന് കഴിയില്ല, ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് കാണാൻ കഴിയില്ല, ഒരു ഏരിയ സെക്രട്ടറിക്ക് പറ്റില്ല, ഒരു ലോക്കൽ സെക്രട്ടറിക്ക് പറ്റില്ല, ഒരു സാധാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പോയാൽ എൻട്രി ഇല്ല. എന്താ പ്രശ്നം? ഇവിടെ വെച്ചോളൂ, ഞാൻ പറഞ്ഞോളാം, CM തിരക്കിലാണ്. അപ്പോൾ പബ്ലിക്കിനുള്ള എല്ലാ കോണ്ടാക്റ്റുകളും പർപ്പസ്ഫുള്ളി ഈ ശശി അടച്ചു. പിന്നെ അദ്ദേഹത്തിന് ഇവർ പോയിട്ട് ചെവിയിലെ മന്ത്രം മാത്രമേ ഉള്ളൂ. അതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഈ CM ഈ ഒരു അവസ്ഥയിൽ ഈ നാട്ടിൽ നടക്കുന്ന, ഞാൻ ഒന്ന് പറഞ്ഞു, സൂര്യൻ കെട്ടു. സൂര്യൻ കെട്ടു. അതെ, ഞാനൊരു കാര്യം അതിൽ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു നെക്സസ് എല്ലാ രാഷ്ട്രീയ നേതൃത്വവും, താങ്കൾ തന്നെ എന്നെ കൊണ്ട് പറയിച്ചു 50-ന് മേലെ ആണ് അത് ആ ബന്ധങ്ങൾ. ആ 50-ന് മേലെ ബന്ധങ്ങൾ യഥാർത്ഥത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് 75-ന്റെ മേലെയാണ്. പിന്നെ റിസർവേഷൻ എടുത്താണ്. ഞാൻ പറയട്ടെ, ഈ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് BJP നേതാക്കളുമായി ബന്ധമുണ്ട്? ഉണ്ട്. ഏത് തരത്തിലുള്ള ബന്ധം? എല്ലാ തരത്തിലുള്ള, ഞാൻ ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും. എന്താണ് ബന്ധത്തിന്റെ ഈ നേതാക്കന്മാർ ഈ ബന്ധങ്ങൾ വെക്കുന്നത് എന്തിനാണ്? അതാണ് എന്റെ അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക്. എന്താവശ്യമാണ്? എല്ലാ ആവശ്യങ്ങളും. പിണറായി വിജയൻ അവർക്ക് അനുകൂലമായി വരുന്ന ആവശ്യങ്ങൾക്കും അവർക്ക് നെഗറ്റീവായി വരുന്ന വിഷയങ്ങളിൽ
അപ്പുറത്ത് ആരാ ഇടപെടുക? ഓപ്പോസിറ്റ് പാർട്ടിയല്ലേ. അതെ. ആ ഇടപെടൽ ഒഴിവാകേണ്ടത് എന്തിനാണ്? അവരുടെ ആവശ്യമാണ്. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ആവശ്യം ഉണ്ടാവും ആ നേതാവിന്. അപ്പോൾ ഇവിടുത്തെ ഇടപെടൽ ഒഴിവാകും. ഇങ്ങനെയാണല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയന് BJP നേതാക്കളുമായുള്ള ബന്ധം അദ്ദേഹത്തിന്റെ എന്ത് വ്യക്തിപരമായ ആവശ്യം അതെനിക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് പറയാൻ കഴിയില്ല. അതൊക്കെ സമൂഹം ആലോചിച്ചോട്ടെ. ഇതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയില്ലേ. വ്യക്തിപരമായ ആവശ്യം നേടാനാണ് എന്ന് താങ്കൾ പറയും. ഓരോന്ന് ഞാൻ പറയേണ്ട പോലെ വ്യക്തിപരമായ ആവശ്യം സംരക്ഷിക്കാൻ തന്നെയാണ്. അല്ല, അതാണ് കേരളത്തിൽ നടക്കുന്നത്. നോട്ട് ഓൺലി പിണറായി, ഓൾ ദീസ് പവർഫുൾ പൊളിറ്റിക്കൽ ലീഡേഴ്സ്. അതായത് ഈ പവർ റൂം എന്ന് ഇപ്പോൾ നിങ്ങൾ സിനിമയിൽ മറ്റിലൊക്കെ പറഞ്ഞില്ലേ, അതിലും വലിയ പവർ റൂമാണിത്. ടു മച്ച്. അതിന്റെ നഷ്ടം എടുത്ത് ജനങ്ങൾക്കാണ്, എല്ലാ മനുഷ്യർക്കാണ്, എല്ലാ പാർട്ടി പ്രവർത്തകർക്കാണ്, ആ കൂട്ടത്തിൽ സഖാക്കൾക്കുമാണ്, എല്ലാവർക്കും പൊതുസമൂഹത്തിന് നഷ്ടമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തിപരമായി ചിലത് സംരക്ഷിക്കാനുണ്ടോ? വ്യക്തിപരം ഉണ്ടാകുമായിരിക്കാം. മടിയിൽ കനമില്ല എന്നാണ് അദ്ദേഹം ചോദിക്കട്ടെ. മടിയിൽ കനമില്ല എന്നാണ് അദ്ദേഹം എന്നും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തനിക്ക് ഒന്നിനെയും പേടിക്കാനില്ല എന്ന് എപ്പോഴും പറയാറുണ്ട്. അല്ല, അത് നമ്മളൊക്കെ അത് വിശ്വസിച്ചാണല്ലോ നടന്നിരുന്നത്. പിന്നെ ഈ മനുഷ്യൻ അല്ല, അത് വിശ്വസിച്ചാണ് നടന്നിരുന്നത്. ഇപ്പൊ വിശ്വാസമല്ല. ഇല്ല, കനമുണ്ടാകാം. ഇല്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, മടിയിൽ കനമുണ്ടാകുമോ? ഞാൻ ചോദിക്കട്ടെ, അങ്ങോട്ട് പറയട്ടെ, അത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. ഈ എല്ലാവരോടും വെറുക്കപ്പെട്ടതാണ് ഈ ADGP. ഇറ്റ്സ് വെരി ക്ലിയർ. അയാൾക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അനുഭവസ്ഥരാണ്. പോലീസ് സേനയിലെ DOSP തൊട്ട് SP-മാരുൾപ്പെടെ എത്ര ആളുകൾ അവരെ കണ്ണീര് കുടിപ്പിച്ച് അവരെ കുടുംബം കുളം തോണ്ടിച്ച, എന്താ പറയുക, ഒരു സാഡിസ്റ്റ് നൊട്ടോറിയസ് ക്രിമിനലാണെന്ന് പറയുന്നു. ഇപ്പം എനിക്ക് വിവരം തരുന്നതിനെ കുറിച്ച് ഇന്റലിജൻസ് അന്വേഷിക്കണില്ല. ഇന്റലിജൻസ് ഒന്നും അന്വേഷിക്കണ്ട. ഇതിൽ പല ഉദ്യോഗസ്ഥന്മാർ ഞാൻ പബ്ലിക്കായി വരുന്ന പറഞ്ഞു, ഞങ്ങൾ സസ്പെൻഡ് ചെയ്യട്ടെ, എന്നാൽ ഈ നാറിയുടെ പിന്നിൽ ഞങ്ങൾ നിൽക്കൂല. അത് ഈ നാറിയുടെ പിന്നിൽ ഇനി ജീവിക്കാൻ വയ്യ. അതിനല്ലേ തൂമ്പ പണിക്ക് പോകാന്ന് പറഞ്ഞ DSP-മാരെ എനിക്കറിയാം, താങ്കളോട് പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ഇവരെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്തും ബാക്കിയൊന്നും തെളിഞ്ഞില്ല എന്ന് അവിടെ നിൽക്കട്ടെ. ഞാൻ എത്ര ഡോക്യുമെന്റ് കൊടുത്തു ഈ വിജിലൻസിന് നേരിട്ട്. അപ്പം തിരുവനന്തപുരത്ത് ആ ഒരു 2 കിലോമീറ്ററിനുള്ളത് രജിസ്റ്റർ ഓഫീസിലെ ഡോക്യുമെന്റാ വാങ്ങിയത്, വിറ്റത് ഇതാണ് വാങ്ങിയത്. എവിടുന്ന് കിട്ടി ഈ പണം? കംപ്ലീറ്റ് ബ്ലാക്ക് മണിയാണ്. 33.5 ലക്ഷത്തിന് ഇന്ന് ഞാൻ കൊടുത്ത ഡോക്യുമെന്റ്. ചെക്ക് പേയ്മെന്റ് ഇല്ല. 2016 നടക്കുമോ? 65 ലക്ഷം ക്യാഷ് റിസീവ്ഡ്. എങ്ങനെയാ രജിസ്റ്റർ ഓഫീസിൽ നടന്നത്? നിയമം അനുവദിക്കുന്നുണ്ടോ? ഇല്ല, ചെക്ക് തന്നെ വേണം. അപ്പൊ എന്താണ്? അദ്ദേഹം അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഭയപ്പെട്ടിട്ടാണ് ആ രജിസ്റ്റർ ഓഫീസർ അത് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതുപോലെ ആ സ്പോട്ടിൽ സസ്പെൻഡ് ചെയ്യണ്ടേ? അപ്പൊ ഈ പേപ്പർ എല്ലാം കൂടെ DGP തൊക്കിൽ വെച്ചിട്ട് ഞാൻ 6 മാസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഈ അന്വേഷിക്കുന്ന കോലം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. നേർക്ക് നേരെ കോളറിന് പിടിക്കാനുള്ള സാധനം കൈ കൊടുത്തപ്പോൾ അത് തൊക്കിൽ വെച്ചു. എന്നതൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ജനം കാണുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി 188ഓളം പോലീസ് എടുത്ത ഈ പറയുന്ന CMP കേസ് ഞാൻ പറഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചല്ലോ, ഒരു സിറ്റിംഗ് ജഡ്ജിയെ വെച്ച് അന്വേഷിക്കട്ടെ. ഞാൻ എപ്പോഴും വെല്ലുവിളിക്കാം. CM തയ്യാറുണ്ടല്ലോ. ഉണ്ടെങ്കിൽ ഈ ജനങ്ങളോട് അദ്ദേഹം പറയണം. എൻ്റെ മൊഴിയെടുത്ത IG-യോട് ഞാൻ പറഞ്ഞത്, ഇത്രയും കേസുകളുണ്ട്, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പോലീസിൻ്റെ കയ്യിലുണ്ട്. ഇതിൽ 180 ആളുടെ ഒരു 10%, ഒരു 20-25 ആളെ നിങ്ങളൊന്ന് വിളിച്ച് അന്വേഷിക്കുക. നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടും. അതൊക്കെ താങ്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിലാണ്, കാരണം കേരളത്തിലെ ജനങ്ങൾ സംശയിക്കുന്ന ഒരു കാര്യത്തിൽ താങ്കൾക്ക് ചില കാര്യങ്ങളിൽ വെളിച്ചം വീശാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ്. താങ്കൾ തന്നെ പറഞ്ഞു അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന്. ആ സംശയിക്കുന്ന ആളുകളുടെ ചില സംശയം ഞാൻ ചോദിക്കാം. ഇപ്പോൾ ADGP-യെ ഇദ്ദേഹം സംരക്ഷിക്കുന്നത്, മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ADGP RSS നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്. ആയിരിക്കാനാണ് ഒരുപാട് സാധ്യത. ഞാനിപ്പോൾ അവിടെ നിൽക്കുന്നത്. ആ മുഖ്യമന്ത്രി എനിക്കത് മറച്ചു വെച്ച് എന്താണ് താങ്കൾക്ക് അറിയാമോ അതിന് പിന്നിൽ എന്താണെന്ന്? അല്ല, അതിന് പിന്നിൽ ഇപ്പം ഞാൻ ഇന്ന് സൂചിപ്പിച്ചല്ലോ. ആർക്ക് എന്തിനു വേണ്ടിയിട്ടാണോ അദ്ദേഹത്തിനൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. വെറുതെ ഇപ്പോൾ ADGP-നെ അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു വിടില്ലല്ലോ. ADGP അതിൻ്റെ ഇടനിലക്കാരൻ. മുഖ്യമന്ത്രിയുടെ സമ്മതമില്ലാതെ അദ്ദേഹം പോകില്ല എന്നാണ് ഞാൻ മിനിഞ്ഞാന്നത്തെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്. കാരണം അദ്ദേഹം പറഞ്ഞ രീതി അനുസരിച്ച് അദ്ദേഹം എന്തും പറയും. അദ്ദേഹം പ്രതിസന്ധികളെ മറികടക്കാൻ എന്തും ചെയ്യും. അതിനെ മറക്കാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട്. ഒരു വളരെ മോശപ്പെട്ട ആയിരിക്കാം. ഐ ഡോണ്ട് നോ. അതൊക്കെ ജനങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട്
ഞാൻ കണ്ണിൽ കാണാതെ എനിക്ക് നേരിട്ട് ഉറപ്പില്ലാത്ത കാര്യം എനിക്ക് പറയാം. അല്ല, ജനങ്ങൾ അതിൽ സാധ്യതകളെ പറയാൻ പറ്റുള്ളൂ. അതെ, ഇപ്പോൾ ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അത് പിന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ADGPയെ അദ്ദേഹം അങ്ങോട്ട് അയച്ചത് എന്ന ആരോപണങ്ങളുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. താങ്കൾ അത് നിഷേധിക്കുന്നില്ല? ഞാൻ നിഷേധിക്കുന്നില്ല. ആ കാര്യം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ, സംശയമുണ്ടല്ലോ. ആ സംശയത്തിൽ തന്നെയാണ് ജനം അദ്ദേഹത്തെ കാണുന്നത്. അത് ക്ലിയർ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇല്ല, താങ്കൾ പറഞ്ഞു പൂരം കലക്കിച്ചത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി. ആർക്കാണോ ജയിപ്പിക്കേണ്ടത്, ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അവർക്ക് വേണ്ടി അയാളാണ് എന്ന് പറഞ്ഞത്. അത് മുഖ്യമന്ത്രിയെ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അത് ഞാൻ അങ്ങനെയാണെങ്കിൽ അപ്പം പറഞ്ഞാൽ പോരെ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ കള്ളക്കടത്ത് സംഘത്തിനെതിരെ ശക്തമായ പോലീസ് നടപടികൾ എടുക്കുന്നതുകൊണ്ട് ആ പോലീസ് സംഘത്തിനെ നിർവീര്യമാക്കുകയും അവരെ മാറ്റി നിർത്തുകയും ചെയ്യേണ്ടത് ഈ മറ്റൊരു കള്ളക്കടത്ത് സംഘത്തിൻ്റെ താല്പര്യമാണോ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പോൾ നിങ്ങളെപ്പോലത്തെ പത്രക്കാർ ചോദിച്ചാൽ അത് അൻവറാണോ? അത് എനിക്കറിയില്ല, അത് നിങ്ങൾ നോക്കിയാൽ മതി. അതുപോലെ തന്നെ അത് എനിക്കറിയില്ല. പക്ഷെ അപ്പൊ എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അതാണ് താങ്കളെ പ്രകോപിപ്പിച്ച ഒരു കാര്യവും. താങ്കളെ സംശയത്തിൽ നിർത്തി അത് താങ്കൾ തന്നെയാണ് എന്ന് താങ്കളെ കള്ളനാക്കുന്ന രീതിയിലുള്ള. പിന്നെ മാത്രമല്ല, 3-4 തലമുറയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഇരിക്കുന്ന വീട് 300 ചില വർഷം പഴക്കമുള്ള വീടാണ്. മനസ്സിലായ? അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നവനെ ഇങ്ങനെ അങ്ങോട്ട് ആക്കി കളയാമെന്ന് പിണറായി വിജയനല്ല, ഞാൻ പറയുന്നില്ല. മനസ്സിലായില്ലേ? അവിടെ നമുക്ക് നിർത്താം. നമുക്ക് തെറ്റിപ്പോയി. അത് തന്നെയാണ് പ്രകോപിപ്പിച്ചത്. മറ്റൊക്കെ സഹിച്ചല്ലോ. ഏതോ വലിഞ്ഞ് കയറി വന്ന കോൺഗ്രസ്സുകാരനാണ് എന്നൊക്കെ പറയാം. അതൊക്കെ പോട്ടെ, ഒക്കെ സമ്മതിച്ചു. ഓക്കെ, അങ്ങനെ തന്നെ കൂട്ടാം. അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്നെ കുറ്റവാളിയാക്കേണ്ട ആവശ്യം അദ്ദേഹത്തില്ലായിരുന്നു. വേറെ പല മാർഗങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നല്ലോ. ഏറ്റവും ഷോർട്ടസ്റ്റ് വേ എടുത്ത് എന്താ, ഈ അന്വേഷണങ്ങൾ മുഴുവൻ വഴി തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് എന്നെ ബുക്ക് ചെയ്യുകൂടെ ചെയ്യുമ്പോൾ പൊതുസമൂഹത്തിന് ഹാപ്പി അയച്ചോ. CM പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഈ വീട്ടിൽ ഇപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ട ഇന്റർവ്യൂ ഈ വീട്ടിൽ വെച്ച് നടത്തിയതാണ്. ഈ സ്വർണം കൊണ്ടുവന്ന പലരും ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന് മുകളിലിരുത്തി സംസാരിച്ചിട്ടുണ്ട്, ആറ്റിരുത്തി സംസാരിച്ചിട്ടുണ്ട്, കാറിലിരുത്തി സംസാരിച്ചിട്ടുണ്ട്. അവരെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. പല ഗസ്റ്റ് ഹൗസിലേക്ക് വരെയും വിളിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താ? ഈ തെളിവ് ഞാൻ എടുക്കേണ്ട പണിയല്ലത്, പോലീസ് എടുക്കേണ്ട പണിയായിരുന്നു. ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് 10-20 ദിവസമായി. ഒരാളെ പോലീസ് വിളിച്ചിട്ടില്ല. അപ്പം ഈ വിളിച്ചതൊക്കെ എൻ്റെ ഫോണിലുണ്ടല്ലോ, ഇവിടെയൊക്കെ വന്നതിൻ്റെ CCTV ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കെട്ടിയിട്ട് ഇതാ അൻവർ ഈ പറയുന്ന ഇന്ന ആള് സ്വർണം കൊടുക്കുന്ന കള്ളക്കടത്തുകാരനുമായിട്ട് ഇതാ അവൻ്റെ സംഭാഷണം, ഇതാ മറ്റേ CD, ഓ കള്ളക്കടത്തുകാർക്ക് അന്ന് CM പറഞ്ഞല്ലോ അൻവറിന് എങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്, അതങ്ങോട്ട് ക്ലിയർ ചെയ്ത് സീൽ ചെയ്ത് ഇന്ന അങ്ങോട്ട് ഉള്ളിൽ തള്ളാന്നാ പിണറായി വിചാരിച്ചത്. പക്ഷെ പിണറായിൻ്റെ ബുദ്ധി മാത്രമല്ല VV അൻവറിന്. അതുകൊണ്ട് ആ പണിയെടുത്തിട്ട് ഇന്ന് അവിടെ കൊണ്ടുവരണ്ട്. മുഖം മറച്ചിരുത്തി മഹത്വവൽക്കരിക്കുകയാണെന്ന് പറഞ്ഞു. ഇന്ന് മുഖം നല്ലോണം തെളിഞ്ഞിരുന്നല്ലോ. മീഡിയ വൺ കൊടുത്ത സ്റ്റോറിയാണ്. അതെ, മുഖം നല്ലോണം തെളിഞ്ഞിരുന്നല്ലോ. കേരളത്തിലെ ജനം കണ്ടല്ലോ. ഇത് വിലയിരുത്താനുള്ള ശേഷി കേരളത്തിലെ ജനങ്ങളുണ്ടല്ലോ. ഇനി എന്നെ ജയിലിൽ തള്ളിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഇനി പിണറായിനെ ജയിലിൽ തള്ളിക്കോട്ടെ. ഈ സമൂഹത്തിന് ഇത് ബോധ്യപ്പെടുത്താൻ കഴിയില്ലയോ എന്നതായിരുന്നു എൻ്റെ പേടി. സത്യത്തിൽ ഇന്ന് 4:30 ഞാൻ അവിടെ എത്തുന്നത് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നവരെ അറിയുന്നുണ്ട്. ഇന്നലെ രാത്രി 2 മണിക്ക് ഇവിടെ പോലീസാണ്. എൻ്റെ പല പ്രോപ്പർട്ടിയിലും പോലീസാണ്. അപ്പോൾ ഈ നെക്സസ് ഇവർ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനതിന് കഴുത്ത് വെച്ചു കൊടുക്കണം അല്ലേ? ചെയ്യോ? അപ്പോൾ ഇനി അറസ്റ്റ് ചെയ്തോട്ടെ. ഇപ്പോഴും അറസ്റ്റ് താങ്കൾ പേടിക്കുന്നുണ്ട്? എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എന്ന്. എനിക്ക് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ കുടുംബത്തിന് ഇങ്ങനെ ഒരു കള്ളപ്പേര് ഉണ്ടായി വരരുതെന്ന് മാത്രമേ ആഗ്രഹമുള്ളായിരുന്നു. അത് ഈ പൊതുസമൂഹത്തിന് ഞാൻ പടച്ചോട് പ്രാർത്ഥിക്കായിരുന്നു. മനസ്സിലായോ? ഒരു വ്യക്തി വന്നിട്ട് സ്റ്റേറ്റ്മെന്റില്ല, കുടുംബമാണ് വന്നത്. നിങ്ങൾ കണ്ടല്ലോ. അതിനവർ തയ്യാറായത് എന്താ? ഞാൻ എൻ്റെ ദുരന്തം അവരോട് പറഞ്ഞോണ്ടാ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി നമ്മൾ ആളുകൾക്ക്. താങ്കൾ പറഞ്ഞതിൽ ഇപ്പോൾ പിണറായി വിജയൻ താങ്കളെ കള്ളക്കടത്തുകാരുമായിട്ട് ബന്ധമുള്ള ആളാക്കി ചിത്രീകരിക്കുന്ന രീതിയിലായിരുന്നു ആ മറുപടിയല്ലേ? നിങ്ങൾ പോയി അന്വേഷിക്കൂ എന്ന് പറയുന്ന മറുപടി. ഞാനായിട്ട് പറയുന്നില്ല, നിങ്ങൾ അന്വേഷിക്കൂ എന്ന് പറയും. സമാനമായ രീതിയിലാണ് താങ്കൾ ഇപ്പോൾ എനിക്ക് നൽകിയ മറുപടി. അതായത് തൃശ്ശൂർ പൂരം കലക്കിയത് അല്ലെങ്കിൽ കലക്കിച്ചത് ആരാണ് എന്നത് മുഖ്യമന്ത്രിയാണോ എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ അന്വേഷിക്കൂ എന്ന് താങ്കൾ അതേ നിലയിൽ മറുപടി പറയുമ്പോൾ അത് മുഖ്യമന്ത്രി തന്നെ ഉദ്ദേശിക്കുന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തെറ്റില്ലല്ലോ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തെറ്റില്ല. ഓരോരുത്തർക്കും അവനവന്റെ രീതിക്കനുസരിച്ച് മനസ്സിലാക്കാം. ഇപ്പൊ താങ്കൾ ഈ ഭീഷണിയെ കുറിച്ച് പറഞ്ഞോട് പോലീസ് താങ്കൾക്ക് പുറകെ ഉണ്ട്. ലേശം ചെരിഞ്ഞിരുന്നുണ്ട്.
ഇല്ല നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ ബോക്സിൽ കുറച്ച് പ്രശ്നം വരും, എന്നാലും സാറില്ല, കാലുവേദന. ഇപ്പോൾ താങ്കൾ പറഞ്ഞു താങ്കൾക്ക് പുറകെയാണ് പോലീസ്, ഈ പറഞ്ഞ രീതിയിൽ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ഈ നെക്സസ് ഈ ഡയഗ്രാം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള നടപടി താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ വന്നാൽ അത് പോലീസിൽ നിന്ന് ഇപ്പോൾ താങ്കൾ കഴിഞ്ഞ ഒരു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ കേട്ടു, എൻ്റെ മക്കൾ പറഞ്ഞു പിന്നെ ബാപ്പയെ കൊല്ലുന്നുണ്ട്, കൊല്ലട്ടെ, പോ ഇറങ്ങൂ എന്ന്. പ്രശ്നമില്ല, ഇത് മാനക്കേടാണ്, അത് മരണമാണ്. ഇത് മാനക്കേടാണ്. രാജ്യദ്രോഹത്തിന് കൂട്ടുനിന്ന പുത്തൻവീട്ടിൽ PV Anwar ആകും. അതാണ് പ്രശ്നം. കൊല്ലുന്നെങ്കിൽ അവർ കൊന്നോട്ടെ, അത് പ്രശ്നമില്ല. എൻ്റെ മക്കൾ ഇവിടെ ഉണ്ട്, നിങ്ങൾ വിളിച്ചു ചോദിച്ചേക്ക് വിളിക്കണം, അത്രേ ഉള്ളൂ. അതിൽ വിഷയമില്ല. അപമാനപ്പെടുത്തി കൊല്ലരുത്. നേർക്കുന്നിലാണ്. ഇപ്പോൾ കുഞ്ഞാലിപ്പോൾ വെടിയേറ്റ് മരിച്ച നിലമ്പൂരിലല്ല അല്ലേ? കേരളത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത്. എന്താ രണ്ടാമതൊരു MLA വെടിയേറ്റ് മരിക്കൂലേ? എന്താ ഉണ്ട എനിക്ക് കയറൂലേ? അത് പോട്ടെ, നിന്നും വരാന്ന്. ഈ പറയുന്നവരൊക്കെ ഇതിൽ പെട്ടവരല്ലേ? അന്താരാഷ്ട്ര ക്രിമിനൽ സംഘല്ലേ ഈ അജിത് കുമാറും ഈ സ്വർണ്ണ റാക്കറ്റും എന്ന് പറയുന്നത്. ഇവിടെ ഡാൻസ് ഓഫിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ തന്നെ എത്ര സ്റ്റോറി നിങ്ങൾ വിട്ടു. ഇവർ തന്നെ മയക്കുമരുന്ന് കൊണ്ടിരുന്നു, ഇവർ തന്നെ വിൽക്കുന്നു. ഇവർക്ക് ആവശ്യമുള്ളിടത്ത് കേസിന് വേണ്ടിയിട്ട് ഒന്നും അറിയാത്ത സാധുക്കളുടെ വണ്ടിക്കുള്ളിലും വീട്ടിനുള്ളിലും പോക്കറ്റിലും ഇട്ടുകൊടുത്ത് അവർ തന്നെ പിടിച്ചുകൊണ്ട് വന്നു, അവരെ ജയിലിലാക്കുന്നു. ലോകത്ത് എവിടെയും കേൾക്കുമോ? ലോകത്ത് നോർത്ത് ഇന്ത്യ കേൾക്കൂല. ഈ കേരളത്തിലാണ് നടക്കുന്നത്. എത്ര നിരപരാധികളാണ് ജയിലിൽ കിടക്കുന്നത്, എത്ര രക്ഷിതാക്കളാണ് കയറി ഇറങ്ങുന്നത്. ഞാൻ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇനി വരാനുള്ളത് അതിലേക്കാണ്. ഇവിടെ ഈ മലപ്പുറം ജില്ലയിൽ ഈ മയക്കുമരുന്ന് കേസുമായി നിരപരാധികളായി ശിക്ഷിക്കപ്പെട്ടവരും പീഡിപ്പിക്കപ്പെട്ടവരുമായ ജനതയുടെ ഒരു സംഗമം ഞാൻ വിളിച്ചു ചേർക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ വിളിക്കാം, ഇവർക്ക് പറയാനുള്ളത് പറയട്ടെ. ഒരു സംഗമം, ഒരു ജാഥക്കില്ല ആളുണ്ട് ഇവിടെ ഈ ജില്ലയിൽ. 12,000 13,000 കേസ് ക്രിമിനൽ ലെവലുണ്ടായിരുന്ന കേസ് 45,000-ലേക്ക് എത്തിച്ചു അല്ലേ? എന്താ ഉദ്ദേശം? ഇന്ന് മിനിയാത്ത പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി എന്നാ പറഞ്ഞത്? ഈ 180ഓളം കേസിൽ 127 കേസ് മലപ്പുറത്താണ്. മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ എയർപോർട്ട്, അതിൻ്റെ മുറ്റത്ത് നിന്നല്ലേ ഇത് പിടിക്കുന്നത്. അപ്പോൾ പുറമേയുള്ള തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ ഉള്ള ആളുകൾ എന്താ മനസ്സിലാക്കുക? മലപ്പുറം ജില്ലയിൽ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ? ഒരു റോങ് മെസ്സേജ് അല്ലേ കൊടുക്കുന്നത്? ഒരു മുഖ്യമന്ത്രി, അതെ, അത് ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഇത്രയും ചീപ്പായ പൊളിറ്റിക്സ് കളിക്കാൻ പാടുണ്ടോ? ഇനിയിപ്പോൾ എന്താ അടുത്ത പാർലമെന്റിൽ ഒരു ചോദ്യം വരും. പാർലമെന്റിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്ത ജില്ല ഏതാണെന്നൊരു ചോദ്യം വരും. ഇവിടെ ആ ഉദ്ദേശിച്ച റേഞ്ചിലെത്തുമ്പോൾ മലപ്പുറം ജില്ല. എവിടെ മലപ്പുറം ജില്ല? കേരളം. എന്താ ജില്ലയുടെ പ്രത്യേകത? 90% മുസ്ലിങ്ങളാണ്. 90% മുസ്ലിങ്ങളുള്ള മലപ്പുറം ജില്ലയിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ FIR ഇട്ട ജില്ല മലപ്പുറം ജില്ല. ഇന്ത്യ മുഴുവൻ പ്രചരണം അല്ലേ? എന്താ ഈ പാർട്ടീസ് ഒന്നും കാണാത്തത്? എന്താണ് CPM ഇത് പരിശോധിക്കാത്തത്? ഇത് ചാപ്പ കുത്തല്ലേ? ആ ചാപ്പ എൻ്റെ നെഞ്ചത്ത് കുത്താനാ നോക്കിയത് കൊള്ളക്കാരനായിട്ട്. പക്ഷേ ഈ തൊലിയിലത് കയറൂല, മനസ്സിലായില്ല? ആ ചാപ്പ തിരിച്ചടിച്ചു. ഉണ്ട കയറുമായിരിക്കും, പക്ഷെ ചാപ്പ കയറൂല. മനസ്സിലായോ? ഇപ്പോൾ താങ്കൾ അത് സംസാരിച്ചപ്പോൾ ഈ സ്വർണ്ണക്കടത്തുകാരുടെ കാര്യം പറഞ്ഞ സമയത്ത് പി ശശി ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. അതിനപ്പുറത്തേക്ക് താങ്കൾ ഇപ്പോൾ എന്താ പറയുക, മുഖ്യമന്ത്രിയുടെ കാര്യം ഒരു സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയും എന്ന് താങ്കൾ പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് അറിയാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് താങ്കൾ ഒരല്പം മയപ്പെടുത്തിയാണ് പിന്നീട് കാര്യം സംസാരിച്ചത് വാർത്താസമ്മേളനത്തിനാണ്. മുഖ്യമന്ത്രി അറിഞ്ഞു തന്നെയാണോ ഇതൊക്കെ സംഭവിച്ചത്? അല്ല, അത് ആർക്കാണോ ഇതിൻ്റെ ഗുണം കിട്ടുക അവരതിൻ്റെ പിന്നിലുണ്ടാവും. അത് നിങ്ങൾ അന്വേഷിച്ചോ? ആർക്കാണ് ഇതിൽ നിന്ന് എന്ത് ഗുണമാണ്? ഇതിന് സാമ്പത്തിക ഗുണം. ആ സാമ്പത്തിക ഗുണം ആർക്കാണോ കിട്ടുന്നത് അവർ അതിൻ്റെ പിന്നിലുണ്ടാകും. അത് നിങ്ങൾ അന്വേഷിച്ചാൽ കണ്ടെത്താം. എന്നെ കൊണ്ട് പറയിക്കണ്ട. പി ശശിക്കപ്പുറം സാമ്പത്തിക ഗുണം ഈ ഗാങ്ങിൽ ആർക്കാണ് കിട്ടാൻ? അല്ല, അതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ മൈ ഡിയർ. അല്ല, അതിലൊരു സംശയരഹിതമായ നിലപാട് താങ്കൾക്കുണ്ട്. എനിക്കതിലൊന്നും ഒരു സംശയം ഇപ്പില്ല, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ട് എന്ന കാര്യത്തിൽ താങ്കൾക്ക് സംശയമില്ല? അല്ല, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക. എനിക്കതിലൊരു സംശയമില്ല. പക്ഷെ ഞാൻ തൽക്കാലം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തും. എല്ലാം ഇപ്പം ഞാൻ തന്നെ പറഞ്ഞാൽ പറ്റുമോ?
ശ്രീ പി വി അൻവർ, ഇപ്പോൾ വ്യക്തിപരമായി ഈ ദിവസങ്ങൾ താങ്കൾക്ക് എങ്ങനെയാണ്? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. താങ്കൾ എന്തുമാത്രം സമ്മർദ്ദം അനുഭവിക്കുന്നു? അല്ല, സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല സമ്മർദ്ദം ഉണ്ടായിരുന്നു CM ഈ പ്രസ്താവന നടത്തുന്നവരെ. കാരണം എൻ്റെ ലക്ഷ്യം CM ആയിരുന്നില്ലല്ലോ. അദ്ദേഹം താത്വികനായ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ അങ്ങേയറ്റം വിശ്വസിച്ച ഈ സമൂഹത്തിൽ എന്തുകൊണ്ടാണ് നമ്മളൊക്കെ കോൺഗ്രസ് വിട്ടു വന്നത്? കോൺഗ്രസ് പാരമ്പര്യത്തിൽ നമ്മൾ പുറത്ത് കിടക്കേണ്ട ഒരു ഘട്ടം വരുന്നത് എന്താണ്? കോൺഗ്രസിൻ്റെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സ്, വർഗീയതയുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സ്. ഒരു സംസ്ഥാനത്ത് മുസ്ലിങ്ങളാണ് എങ്കിൽ അവർ മുസ്ലിങ്ങളുടെ കൂടെ, ഹിന്ദുക്കളാണെങ്കിൽ അവരുടെ കൂടെ, ക്രൈസ്തവർ കൂടുതൽ സ്ഥലത്തും അവരുടെ കൂടെ. കോൺഗ്രസിൻ്റെ മതേതര നിലപാടിൽ നിന്ന് കോൺഗ്രസ് മാറി. കോൺഗ്രസിൻ്റെ ജനാധിപത്യ സ്വഭാവം പറ്റപ്പോയി. കോൺഗ്രസിൻ്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് കോൺഗ്രസ് വ്യതിചലിച്ചു. പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും ബാക്കിയുള്ളതായിട്ട് നമ്മൾ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ അതിൽ പരമാവധി ഊർജം ഉപയോഗിച്ചുകൊണ്ട് ആ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഞാൻ പരിശ്രമിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ഈ പാർട്ടിയിൽ കയറി വന്നിട്ടുണ്ട് നമ്മളൊക്കെ വന്നതിന് ശേഷം. അപ്പോൾ അങ്ങനെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലേക്ക് മുനിസിപ്പാലിറ്റിയിൽ ഞാൻ വരുമ്പോൾ 13 സീറ്റാണ് മുസ്ലിം ലീഗിന്. ഇന്ന് 0 മലപ്പുറം ജില്ലയിലാണ് 9000 വീട് കയറിയിട്ടുണ്ട് ഞാൻ തെരഞ്ഞെടുപ്പിൽ. 9000+ ഹൗസസ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വീട് കയറിയിട്ട് ജനങ്ങളോട് സംബന്ധിച്ചാൽ. അങ്ങനെ ഓരോ സ്ഥലത്തും അങ്ങനെ ഇതിനെ ശക്തിപ്പെടുത്തുക എന്താ? ഈ സെക്യുലർ സ്വഭാവം ഈ പാർട്ടിക്കുണ്ട്. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ആ ഒരു മനോഭാവത്തിൽ നിന്നാ അവസാനം കാണുന്ന എന്താ? BJPൻ്റെ അടുക്കളയിൽ പോയി കിടന്നുറങ്ങുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടുമ്പോൾ എങ്ങനെ ഒരു സെക്യുലർ മൈൻഡുള്ള എനിക്ക് ഇത് താങ്ങാൻ കഴിയും? അത് എപ്പോഴാണ് അറിയുന്നത്? 3 ദിവസം മുമ്പ് വരെ. അതുവരെ ഇദ്ദേഹം പരിശുദ്ധനാണ്. ഈ ആളുകളോട് മുഴുവൻ ഞാൻ ഫൈറ്റ് ചെയ്യാണ്. നിങ്ങളെപ്പോലത്തെ പത്രക്കാരോട് ഞാൻ ഫൈറ്റ് ചെയ്യാണ്. അപ്പോഴും ഇദ്ദേഹത്തെ ഞാൻ പൊതിഞ്ഞ് പിടിച്ചിരിക്കുകയാണ്, ഇദ്ദേഹത്തിന് പരിക്ക് പറ്റാതിരിക്കാൻ. നിങ്ങളുടെയൊക്കെ ആയിരക്കണക്കിന് ചോദ്യങ്ങൾക്ക് വെറും കാലുകൊണ്ടാണ് ഞാൻ സഞ്ചരിച്ചിരുന്നത്. എനിക്ക് പ്രവർത്തിക്കാൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ആ പ്രസ്താവനയോട് കൂടി ഞാൻ ഫ്രീ ആയി. അല്ല, അപ്പം അതിലുള്ളൊരു സംശയമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയെക്കുറിച്ച് ബാക്കിയെല്ലാം അറിഞ്ഞ താങ്കൾക്ക് മുഖ്യമന്ത്രിയിൽ അത്ര വിശ്വാസം ഉണ്ടാവാൻ കാര്യം എന്താണ്? കാരണം ഇത്രയും വരെ താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആ സമയത്തും താങ്കൾ മനസ്സിലാക്കേണ്ടതായിരുന്നില്ലേ? ഇപ്പോൾ അവിടെ എത്താമെങ്കിൽ മുഖ്യമന്ത്രി കൂടി അറിയുന്ന കാര്യമാണ് എന്ന് താങ്കൾ പറഞ്ഞു. ഇല്ല, സത്യം ഞാൻ എൻ്റെ ദൈവത്തെ സാക്ഷി നിർത്തി പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഞാൻ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് പുള്ളിക്ക് ഏൽപ്പിച്ചത്, പുള്ളിക്ക് എടുക്കാൻ മാത്രമേ ഇല്ലെങ്കിൽ തന്നെ ലോഡുണ്ട്. ഇതിൻ്റെ പുള്ളിയുടെ ആരോഗ്യസ്ഥിതി, ശാരീരികമായ പ്രശ്നങ്ങൾ, അനാവശ്യമായിട്ടുള്ള ടെൻഷനാണല്ലോ ഈ പോലീസ് നിന്ന്. അത് ശശി കൈകാര്യം ചെയ്യട്ടെ എന്ന് അദ്ദേഹം വിശ്വസിച്ചവർ ചതിച്ചു എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയായിരുന്നല്ലോ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാത്രമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വത്തിൽ ഈ കാര്യങ്ങൾ പോവുകയാണ്. CM ഈ ഒരു ടെൻഷൻ എടുക്കണ്ട, അത് ശശി കൈകാര്യം ചെയ്യട്ടെ. പുള്ളി അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഓരോരുത്തർ ഏൽപ്പിച്ച് അവരെ അങ്ങോട്ട് വിശ്വസിച്ച് ഏൽപ്പിക്കലാണ്. അപ്പം ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ ദൈവം സാക്ഷി ഞാൻ മനസ്സിലാക്കിയിരുന്നത് മുഴുവൻ ഈ ചങ്ങാതി ഈ P ശശിയാണ്. അവനെ തെറിപ്പിച്ചാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രശ്നം, പോലീസുമായി ബന്ധപ്പെട്ട വിഷയം തീരുമെന്നാണ് ഞാൻ കണക്കൂട്ടിയിരുന്നത്. അതിന് കൃത്യമായ തെളിവും കാര്യങ്ങൾ കിട്ടിയപ്പോഴാണ് ഞാൻ ഈ ഓപ്പറേഷൻ തുടങ്ങിയത്. അതിൽ CM എൻ്റെ കൂടെ നിൽക്കുന്നതാണ് വിചാരിച്ചിരുന്നത്. തുടക്കത്തിൽ അദ്ദേഹം എൻ്റെ കൂടെയാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചു. ഈ പറഞ്ഞ പോലീസ് ഓഫീസർമാരെയൊക്കെ സസ്പെൻഡ് ചെയ്തു, വക്കീലവരെയൊക്കെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു. ഏത് ജില്ലാ SP-നെ വെക്കണമെന്നുള്ള ചോദ്യം എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ എന്നെ കൺവിൻസിങ് ആണ്. അപ്പോൾ പുള്ളി വിചാരിച്ചത് ഞാൻ അങ്ങോട്ട് പോകും മുന്നോട്ട് ഈ ആവേശത്തിൽ നിന്നാണ്. പക്ഷെ ഞാൻ നോക്കിയത് മുഴുവൻ അതിലൊന്നും ഞാൻ ആവേശം കൊള്ളാൻ പോയില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കിയത്. അതിൽ തകരാറ് എനിക്ക് കണ്ടു, അതിൻ്റെ ഒരു വഴി തിരിഞ്ഞു പോകുന്ന ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് സംശയമായി, ശശി മാത്രമല്ല ഇതിൽ CM ഈ ചില സംഗതികൾ ഇതിൽ CM-ൻ്റെ സമ്മതം ഉണ്ടോയെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത്ര പ്രഷറിട്ട് ഈ പറഞ്ഞ പത്രസമ്മേളനം രാവിലെയും ഉച്ചക്കും വൈകുന്നേരം തെളിവുകൾ ഇങ്ങനെ അടിച്ച് കയറിയാണ്. അല്ല, ഞാൻ ചോദിച്ചു വന്ന ഒരു പോയിന്റ്, താങ്കൾ വ്യക്തിപരമായി എന്തുമാത്രം സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ കുടുംബമാവട്ടെ, ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ ഇത് എന്തുമാത്രം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. താങ്കളുടെ ഫാമിലിക്കകത്ത് അത് വെച്ചാൽ അവർ എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? അതിനകത്ത് ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. താങ്കൾ അതൊക്കെ മാനേജ് ചെയ്യുന്നു. ദേ ആർ വെരി ഹാപ്പി. ഫൈറ്റ് ചെയ്യണമെന്നില്ല എടുത്താൽ എല്ലാവരും. എൻ്റെ ഒരു ബ്രദർ മാത്രമാണ്, പുള്ളി ഒരു ഭയങ്കര സാധുവാണ്. പുള്ളിക്ക് മാത്രമാണ് ഒരു ഭയങ്കര എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ബാക്കി എൻ്റെ ബ്രദേഴ്സൊക്കെ അങ്ങനെ തന്നെയാണ്. എൻ്റെ വൈഫ് എൻ്റെ ജീവിതത്തിൽ ഈ 32 വർഷത്തിന് കിടക്കുമ്പോൾ ഷീജ 100% പിന്തുണ തന്ന ഒരു സംഗതി ഇതാണ്. മറ്റേ ഞാൻ എന്ത് പരിപാടിക്ക് വേണമെങ്കിലും ഒരു ചെറിയ കുളത്തുണ്ടാവും, അത് വേണോ, ആ കച്ചവടം വേണോ, ഇത് വേണോ വെച്ചിട്ട്. പക്ഷേ എനിക്കറിയില്ല,
32 വർഷത്തിനിടക്ക് ആദ്യമായിട്ട് ഞാനൊരു വിഷയത്തിൽ ഇറങ്ങുമ്പം പരിപൂർണ പിന്തുണയും പരിപൂർണ സപ്പോർട്ട് തന്നത് എൻ്റെ വൈഫാണ്. എൻ്റെ മോള് 12ാം ക്ലാസ്സിലാണ് ഇപ്പോൾ. ഒരു പ്രശ്നം ഒരു ചിരിക്കാണ്. ഒരു മകള് ഗൾഫിലാണ്. ഡെയിലി ചോദിക്കുക എന്തായിപ്പ അവരുടെ ആത്മവിശ്വാസത്തിന്റെ കാര്യം. അല്ല, അത് ഹെറിഡിറ്ററി ആയിരിക്കും, രക്തത്തിലുള്ളതായിരിക്കും. സാധാരണ സ്ത്രീകൾ എന്താ ചെയ്യുക, മക്കള് ഉപ്പ നിങ്ങൾ ശ്രദ്ധിക്ക് പോവല്ലേന്നല്ലേ പറയാം. എന്തായി ഫോണില്ലേ, രാവിലെ വന്ന് വിളിച്ചോണത്ത് ചിലപ്പോ. പിന്നെ എനിക്കെന്താ പേടിക്കണ്ടേ? ഇപ്പോ അപമാനപ്പെടുത്തുന്ന പ്രശ്നം അത് പേടിയുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം ആയി കിട്ടുമെന്ന്. ആ 2 വ്യക്തികളെ കൊടുന്ന് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്ര പ്രയാസപ്പെട്ടിരുന്നു. മനസ്സിലായോ? അവരുടെ സമ്മതം വേണ്ടേ ടെലികാസ്റ്റ് ചെയ്യാൻ? ഇതിപ്പോൾ നാളെ വന്ന് അന്വേഷിക്കുമല്ലോ. എനിക്കിത് നാടകം ഒപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ ആ സാധുക്കൾ എന്തൊക്കെ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അവർ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കുന്നുള്ളത് അതൊക്കെ ഉണ്ടാവും. എനിവേ, നൗ ഐ ആം വെരി 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 ഫ്രീ, ജസ്റ്റ് ലൈക്ക് ഫ്ലൈയിങ്. യെസ്. അപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ താങ്കൾ സംസാരിച്ച കൂട്ടത്തിൽ ഭരണപക്ഷത്തെ മാത്രമല്ല പ്രതിപക്ഷത്തെ കൂടി താങ്കൾ വിമർശിക്കുക മാത്രമല്ല, അവരെയൊന്നും ആരെയും ഈ കൂട്ടത്തിൽ പറഞ്ഞ രീതിയിൽ നേതാക്കൾ തമ്മിലുള്ള നെക്സസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഈ നെക്സസിൻ്റെ ആവശ്യം എന്താ? അവർക്ക് എന്താ നഷ്ടപ്പെടാൻ? അവർക്ക് ഇതിന് ശക്തമായി തന്നെ ഇതിനെതിരെ രംഗത്ത് വരാൻ കഴിയേണ്ടതല്ലേ? എന്താണ് അവരെ പിന്തിരിപ്പിക്കുന്നത്? ഒരിക്കലും കഴിയില്ല. അവരൊക്കെ ഹാൻഡിക്യാപ്ഡ് ആണ്. അവർക്ക് പ്രതിപക്ഷവും ഹാൻഡിക്യാപ്ഡ് ആണ്, ഉറപ്പല്ലേ? എല്ലാവരുടെ കയ്യിൽ പല തരത്തിലും മടി എന്താ പറയുക കനമുണ്ട്. അത് അങ്ങനെ താങ്കൾ പറഞ്ഞു. എത്ര കേസാണ് നിങ്ങൾ നോക്കുന്നു? ഈ പറയുന്ന പോലെ എത്ര കേസുകൾ ഇവരെടുത്ത് അന്വേഷണ വിധേയമായി കിടക്കുന്ന, ഒരു അഡ്രസ്സില്ലാതെ കിടക്കുന്നു. ഞാനത് പറയണോ? ഓരോന്ന് ഞാൻ പറയണോ? കുഞ്ഞാലിക്കുട്ടി സാഹിബിന് AR നഗർ ബാങ്ക് തന്നെ മതി. ഇനി ഉദാഹരണം പറയാം. ഉദാഹരണം മോൻസൺ കേസ് തന്നെ മതി. അതിലൊക്കെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അല്ല, അതിലൊക്കെ എന്താ സംഭവിച്ചത് നിങ്ങൾക്കൊക്കെ അറിയാലോ. ഞാൻ അതിലേക്ക് കിടക്കണ ചെറിയ ഉദാഹരണം പറയാം. പ്രതിപക്ഷ നേതാവിന് പുനർജനി തന്നെ മതി. ഇങ്ങനെ പലതും അത് ഇവർക്ക് ഡയറക്റ്റായിട്ട് അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. അവരുടെ റിലേറ്റീവ്സ്, അവരുടെ ബന്ധുക്കൾ, അവർക്കുമായി ബന്ധപ്പെട്ടവർ ഒക്കെ പലതരത്തിലുള്ള എന്താ പറയുക പ്രശ്നങ്ങളുണ്ടാവും. ഇവരൊക്കെ വലിയ ബിസിനസ്സുകാരും ബാക്കിയുള്ളവരുമാണ്. പക്ഷെ പി ശശിക്കെതിരെയും അല്ലെങ്കിൽ ADGPക്കെതിരെയും ഒക്കെ വളരെ ശക്തമായി തന്നെയല്ലേ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതും, അതുപോലെ തന്നെ അവരുടെ യൂത്ത് വിങ്ങും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രക്ഷോഭത്തിന് ഇറങ്ങുകയും ചെയ്തിട്ടില്ലേ? അപ്പോൾ യു ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്? അല്ല, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, ഇറങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. അതൊക്കെ ഇറങ്ങാൻ പറ്റില്ല. ജനങ്ങൾ ചോദിക്കില്ല എന്താ സമരം ചെയ്യാത്തത്. അതൊക്കെ ഈ പാവപ്പെട്ട യൂത്ത് ലീഗുകാർക്കും കോൺഗ്രസ്സുകാർക്കും അടികൊള്ളാനുള്ളൊരു വേദി. മറ്റേ പീരങ്കി, എന്ത് വെള്ളപ്പീരങ്കിയോ, അത് തടി വീഴാനുള്ള വേദി ഇതിലപ്പുറം ഒന്നുമില്ല. ഇത്രയും വിഷയങ്ങളുണ്ടായിട്ട് അതിന് ശക്തമായ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പോലീസ് നടക്കില്ലെങ്കിൽ എന്താ പ്രതിപക്ഷ നേതാവിന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാവിന് അല്ലെങ്കിൽ ലീഗിൻ്റെ നേതാവിന് ഹൈക്കോടതിയെ സമീപിച്ചുകൂടായിരുന്നോ? ഇങ്ങനെ പറയുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ ഇതൊന്നും കഴിയുന്നില്ല. ഒരു സിൻസിയറായി അപ്രോച്ച് എടുത്തുകൂടായിരുന്നോ? എടുത്തിട്ടില്ലല്ലോ. PVM കോടതിയിൽ പോകാൻ നിൽക്കുകയാണ്. ഞാൻ കോടതിയിലേക്കാണ് ഇനി പോകുന്നത്. അപ്പം ഇതൊക്കെ ഇതാണ് ഈ നെക്സസ്. ഇതിൻ്റെ നഷ്ടം ആർക്കാ? ഇവിടുത്തെ പബ്ലിക്കിനാണ്. അത് ഇവിടുത്തെ യുവാക്കൾ മനസ്സിലാക്കണം. എല്ലാ പാർട്ടിയിലുള്ളവരും ഇവരെ വിറ്റ് തിന്നാണ്. ഈ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഈ സാധാരണക്കാരായ മനുഷ്യരെ വിറ്റ് തിന്നാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിനകത്ത് ഇതിനൊക്കെ എതിരെ വളരെ ശക്തമായ നിലപാട് എടുക്കണമെന്ന അവിടുത്തെ ലീഗ് അണികളുടെ സമ്മർദ്ദം നേതൃത്വത്തിനുണ്ട്. എന്നിട്ട് നേതൃത്വം അതിനകത്ത് വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ല എന്നാണോ? അതിനെന്തെങ്കിലും കാരണമുണ്ട്? അല്ല, അതന്നെ ഈ നെക്സസ് എന്ന് പറയുന്നത്. എന്താണ് നെക്സസ്? എന്ത് കാര്യത്തിനാണ് അവർക്ക്? ഇവർക്കൊക്കെ പലതരത്തിലുള്ള ബിസിനസ് ഏർപ്പാടുകളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഹൈദരലി തങ്ങൾ മരിക്കാനുള്ള കാരണമായിട്ട് മകൻ തന്നെ പറയുന്നത്? ഈ നോട്ട് നിരോധന സമയത്ത് ആ 10 കോടി രൂപ കൊണ്ടിട്ട് എവിടെയാണ് നിക്ഷേപിച്ചത്? ചന്ദ്രയിൽ അല്ലേ? ഈ സാധുവിനെ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ ഹൈദരലി തങ്ങളെ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ അവരുടെ കള്ളപ്പണമാണ് ഇത്. ആ സമയത്ത് പെട്ടെന്ന് നിക്ഷേപിക്കാൻ സൗകര്യം ഒരു പത്രാഫീസിലാണ്. ഒരു ഉദാഹരണം ലീഗിന്റെ മാത്രമല്ല, അതിനും പിന്നില് പലരും സംസാരിക്കുന്ന കാര്യമുണ്ട്. ഇപ്പോൾ പി ശശി തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഐസ്ക്രീം കേസിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പിന്നെ നായനാർ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പി ശശി എന്തിനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നായനാർ സമയത്ത് മാറ്റിയിട്ടില്ല. പക്ഷെ അതെ, നടപടി ഉണ്ടായല്ലോ. പാർട്ടിയിൽ നിന്ന് അങ്ങനെ വന്നിട്ട് 0-ലേക്ക് എത്തിയില്ലേ? എന്തായിരുന്നു ആരോപണം? ലൈംഗിക ആരോപണം. പിന്നെ ഇപ്പൊ എന്താ അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയോ? ഇല്ല.
അത് ഞാൻ കൊടുത്ത പരാതി ഉണ്ടല്ലോ, ആ പരാതി ഒന്ന് വായിക്കണം. ഞാൻ പുറത്ത് പാർട്ടി സഖാക്കൾ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ വായിക്കാം. സമാനമായ ആരോപണമുണ്ട്. അദ്ദേഹത്തെ ഈ ഇപ്പോൾ 10-25 കൊല്ലമില്ലേ മനുഷ്യന് പ്രായം വരുമ്പോൾ നമ്മളൊക്കെ ഭയങ്കര നല്ല ആളുകളാണെന്ന് പറയുന്നില്ല. നായനാർ സർക്കാരിൻ്റെ കാലം കഴിഞ്ഞ് 25 വർഷം കഴിയുമ്പോൾ മനുഷ്യൻ്റെ ഈ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രായം കൊണ്ടെങ്കിലും മാറ്റം വരില്ലേ? അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് പാർട്ടിയോട് പരിശോധിക്കാനാണ് പറഞ്ഞത്. അതിലെ കഴമ്പില്ല എന്ന് പറഞ്ഞു. ഇനി പാർട്ടി സഖാക്കൾ പരിശോധിക്കട്ടെ. അതായത് പാർട്ടിയിൽ അദ്ദേഹം താഴേക്കിടയിലേക്ക് പോകാൻ ഇടയാക്കിയ തരത്തിലുള്ള ആരോപണങ്ങൾ താങ്കൾ നൽകിയ ഈ പരാതിയിലുണ്ട്. ഉണ്ട്. എന്താ CM പറഞ്ഞ് മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നു, അവജ്ഞയോടെ തള്ളിക്കളയുന്നു അല്ലേ? അവജ്ഞയോടെ തള്ളിക്കളഞ്ഞ സാധനം ഈ പാവപ്പെട്ട സഖാക്കളൊന്ന് പരിശോധിക്കട്ടെ. അല്ല, അത് താങ്കൾ നാളെ പുറത്തുവിടാൻ പോകുന്നു. പക്ഷെ അതിൽ നിന്ന് ഇന്നിപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുണ്ട്. നാളെ അറിയാലോ. അല്ല, നാളെ അറിയാം. ഞാനിപ്പോ അതിൽ ആഡ് ഓൺ ചെയ്യാനോ മൈനസ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. അവജ്ഞയോട് കൂടി അത് തള്ളി ബഹുമാനപ്പെട്ട CM. ശരി, കഴമ്പില്ല എന്ന് പറഞ്ഞ് പാർട്ടി സെക്രട്ടറിയും തള്ളി. ഇനി എനിക്കെന്താ ഇതും താങ്ങി പിടിച്ചിട്ട് പടച്ചവന്റെ അടുത്ത് പോകാൻ പറ്റില്ലല്ലോ. പ്രായമായിട്ടും പോകാൻ പറ്റുമോ? എനിക്ക് പോകാൻ പറ്റുക ഈ പാവപ്പെട്ട സഖാക്കളെ കയ്യില. എന്താ മക്കളെ വായിച്ചു നോക്കി. ശരി, അവർ നാളെ വായിക്കട്ടെ അവരത്. ഓ വായിക്കട്ടെ, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും പ്രായമായിട്ടും മാറാത്ത സ്വഭാവം എന്ന് താങ്കൾ വിശേഷിപ്പിച്ചതിന് ഞാൻ കാര്യമായി തന്നെ എടുക്കുന്നു. എനിക്ക് നമ്മുടെ സമയം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് എനിക്കറിയേണ്ടത്, ഇപ്പോൾ PV അൻവർ നിലമ്പൂരിൻ്റെ MLA ആണ്. വരുന്ന ഈ പറയുന്ന കാലയളവോളം ആയിരിക്കുമെന്ന് താങ്കൾ പറഞ്ഞു. അതിനുശേഷം ഞാൻ നാളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നാളത്തെ പരിപാടി എന്ന്, മറ്റന്നാളത്തെ പരിപാടി എന്താണെന്നും കൂടി യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെ ആലോചിക്കുന്നില്ല. അതുകൊണ്ട് എനിക്കതിൽ ബേജാറില്ല. ഇപ്പം ഇവർ ഉയർത്തുന്ന എന്താണ്, ഞാൻ ചെറിയ തമാശ പറയാം. ഒരു സംഭവകഥയായിട്ട് അവതരിപ്പിക്കപ്പെടുന്നതാണ്. അതായത് ഒരു കിണറ്റിൽ ഒരു സ്ത്രീ വെള്ളം മുക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർണം വീണു, ഈ ചെയിൻ പൊട്ടിയിട്ട് വീണു. നാട്ടുകാരായ മുഴുവൻ ജനങ്ങളും മുങ്ങിത്തെറിഞ്ഞു. വലിയ മുങ്ങൽ വിദഗ്ധന്മാരായ നാട്ടുകാരെ കൊടുന്നു, അത് മുക്കിച്ചു. ഒന്നുമില്ല, ഒരു വഴിപോക്ക് തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ ആളുകളൊക്കെ മടങ്ങി പോവുക. അപ്പോൾ എന്ത് ചോദിച്ചു? അല്ല, ഞങ്ങളങ്ങനെ കിണറിലൊരു സ്വർണ്ണം കിട്ടിയിട്ടില്ലായിരുന്നു. ഈ വഴിപോക്കനതിൽ ഇറങ്ങി നോക്കി അവന് തപ്പി ഈ സാധനം കിട്ടി. ആ സാധനമായിട്ട് കയറിയപ്പോൾ എല്ലാവരും കൂടിയിട്ട് പിന്നെ അടിക്കുക. നിനക്ക് എവിടെ അത് കിട്ടിയത്? ഞങ്ങളൊക്കെ നോക്കിയിട്ട് കിട്ടിയില്ലല്ലോ. മനസ്സിലായില്ലേ? അതാണ് ഇപ്പോഴത്തെ PV അൻവറിന്റെ സ്ഥിതി. ശരി, പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഒരു മറുപടി ഒന്നുമില്ല. അതായത് ഈ മണ്ണ് ഇതിപ്പോൾ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ PV അൻവറെ നിലമ്പൂർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ നിലമ്പൂർ MLA ആയി തുടരുമോ? അടുത്ത വട്ടം താങ്കൾ മത്സരരംഗത്തും ഉണ്ടാവുമോ? ഒന്നും പറയാൻ പറ്റില്ല, സത്യസന്ധമായി പറയാം. ഞാനെ പറ്റിയൊന്നും ആലോചിക്കുന്നില്ല. ഞാൻ ഈ പോരാട്ടം തുടങ്ങും. ഈ പൊളിറ്റിക്സിലെ ഈ നെക്സസ് ഉണ്ടല്ലോ, ഈ നെക്സസാണ് ഏറ്റവും വലിയ അപകടം. ആ നെക്സസിനെ പൊളിച്ചിട്ട് ഒരു പുതിയ സംസ്കാരം ഇവിടെ വളർന്നു വരേണ്ടതുണ്ട്. ചെറുപ്പക്കാരോടാണ് എനിക്ക് സമ്മതിക്കാനുള്ളത്. അവരാണ് ഇനി ഈ നാടിനെ ഭരിക്കാനുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടതും അവരാണ് ആലോചിക്കേണ്ടത്. മനുഷ്യൻ്റെ പ്രതികരണശേഷി അങ്ങനെ കുറഞ്ഞു പോവാണ്. നമുക്കൊക്കെ ഉണ്ടായിരുന്ന, പഠിക്കുന്ന കാലത്തൊക്കെ ഉണ്ടായിരുന്ന പ്രതികരണശേഷിൻ്റെ 10-1 പോയിട്ട് 100-1 ഇന്നത്തെ വളർന്നു പറഞ്ഞ യൂത്തിനില്ല. എല്ലാവരും ഈ മൊബൈൽ ഫോണ്, അത്യാവശ്യ സൗകര്യങ്ങൾ, നല്ല ഭക്ഷണം, പിന്നെ എന്തിനു നോക്കണം, പത്രം പോലും വായിക്കുന്നില്ല. PGക്ക് പഠിക്കുന്ന 2019 ഞാൻ പാർലമെൻറ്റിൽ പൊന്നാനിയിൽ മത്സരിച്ചില്ലേ, അന്ന് വോട്ട് ചോദിച്ച് തുഞ്ചൻ കോളേജിൽ പോയി തിരൂരിൽ. MA ഹിസ്റ്ററി, MA പൊളിറ്റിക്കൽ സയൻസ് ആ ക്ലാസ്സാണ്. അപ്പം വരാന്തയിൽ കൂടെ നടന്ന് ഇങ്ങനെ വോട്ട് ചോദിച്ചു പോവാണ്. ആ അധ്യാപകൻ ഒരു ലെഫ്റ്റ് മൈൻഡിൽ ആകെ 10-14 പിള്ളേരുള്ളൂ, PG അല്ലേ. അപ്പോൾ പറഞ്ഞു, കാൻഡിഡേറ്റിന് വേണമെങ്കിൽ ഒന്ന് 2 മിനിറ്റ് നിങ്ങൾ വോട്ട് ചോദിച്ചോന്നാണ്. അപ്പോൾ ഞാൻ കയറി ഇങ്ങനെ സരസമായിട്ട് വോട്ട് ചോദിച്ചു. ഫ്രണ്ടിലിരിക്കുന്ന നമ്മളോട് ചോദിച്ചു, വെറുതെ അങ്ങനെ ഇതൊക്കെ ഒരു നിർജീവാവസ്ഥയിൽ ഇരിക്കുന്ന കുട്ടികൾ. ഞാൻ ചോദിച്ചു, മോളെ സ്ഥാനാർത്ഥിയാണ് അറിയില്ലേ? ഓ മനസ്സിലായി. ഏത് തെരഞ്ഞെടുപ്പാണ് ചോദിച്ചത്? MA പൊളിറ്റിക്കൽ സയൻസ്. ഏത് തെരഞ്ഞെടുപ്പാണ്? കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏതാണ്? അവസാനം ചോദിച്ചാൽ പാർലമെൻറ്റാണ് അസംബ്ലിയാണെന്നും കൂടി പറയാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു, പാർലമെൻറ്റാണ് അസംബ്ലിയാണ്. അസംബ്ലി ഇലക്ഷൻ നടന്നു, പാർലമെൻറ്റിന് മത്സരിക്കുമ്പോൾ പല രീതിയിൽ. പക്ഷെ അപ്പോൾ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ, ഇപ്പം താങ്കൾ ഇപ്പോൾ LDF ആണ്, വരുന്ന ആളുകളിൽ എന്താ പാർട്ടി നിലപാടെടുക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു ഘട്ടം എത്തുമ്പോൾ താങ്കൾക്ക് LDFിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്നു, പ്രതിപക്ഷത്തേക്കും പോകാൻ കഴിയില്ല. കാരണം അവിടെയും ഇതേപോലുള്ള സംഗതികളാണ്. BJP ഒരിക്കലും പറ്റില്ല. അങ്ങനെ വരുമ്പോൾ താങ്കളുടെ നിലനിൽപ്പ് എങ്ങനെയായിരിക്കും? താങ്കൾ ഒറ്റയാൾ പ്രസ്ഥാനമായി നിൽക്കുകയാണോ ചെയ്യുക, അതോ ഒരു പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലും സംഘടനാ തലത്തിൽ രൂപവൽക്കരിക്കുകയോ എന്തായിരിക്കും? അല്ല, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ നെക്സസ് ഉണ്ടല്ലോ, പൊളിറ്റിക്കൽ നെക്സസ് വിത്ത് ഓൾ ദ പാർട്ടീസ്,
ആ വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് പബ്ലിക്കുമായി നമ്മൾ സംവദിക്കാൻ പോവാണ്. എന്നിട്ട് പബ്ലിക്കുമായി നമ്മൾ ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് നമ്മൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കണോ അല്ല അതൊരു സോഷ്യൽ സംഘടനയാണോ വേണ്ടത് എന്നൊക്കെ നമുക്ക് ഇനിയും ആലോചിച്ച് തീരുമാനിക്കേണ്ടതുണ്ട്. ആ ഒരു മുന്നോട്ട് പോക്കിൽ ഇത് കല്ലും മുള്ളും വേർതിരിഞ്ഞ് വരും. നമ്മളൊന്ന് ട്രൈ ചെയ്യണ്ടേ? ഇവിടെ എത്തിച്ചല്ലോ. ഇനിയിപ്പോൾ പബ്ലിക്കിനോടൊന്ന് സംസാരിച്ചു നോട്ടെ. അവർക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും അവരെ ഉപേക്ഷിക്കാൻ കഴിയില്ല.